സോ നമ്മളുടെ ഗസ്റ്റിലെ ഇനി പരിചയപ്പെടുത്താം. ഫസ്റ്റ് നമ്മളെ വിനോദ് സിറിയാക് സാറെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ചറിലെ ചെയർപേഴ്സൺ ആണ് സാറ്. നാച്ചുറൽ ഡിസൈനിൽ വളരെ കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ് വിനോദ് സിറിയാക് സാറ്. നമ്മളുടെ IPM പ്രവർത്തനങ്ങളിൽ വളരെയധികം കമ്പാനേറ്റായിട്ട് വർക്ക് ചെയ്യുകയും നമ്മളുടെ IPM ഇനി അടുത്ത ലെവലിലുള്ള ചർച്ചകളിൽ വളരെ സജീവമായി പ്രവർത്തിക്കുകയും വളരെ ക്രിയേറ്റീവായുള്ള ഡിസൈൻസ് നമുക്ക് പറഞ്ഞു തരികയും ചെയ്യുന്ന വ്യക്തിയാണ് വിനോദ് സിറിയാക് സാർ. സോ സാറെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഇനി നമ്മളുടെ ഫാത്തിമ അസ്ലാം മാം. ഈ ലോകത്തെ പൊരുതി ജയിച്ച വ്യക്തിയാണ് ഫാത്തിമ അസ്ലാം. ഞങ്ങൾ തന്നെ പറയാനാണ് ആഗ്രഹിക്കുന്നത്. സാറെ സംബന്ധിച്ചിടത്തോളം മാം ഈ ലോകത്തെ വളരെ എന്താ പറയുക മനോഹരമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് നമ്മളുടെ സാറ് മാമിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് വളരെ മനോഹരമായിട്ടാണ് മാം അതിജീവിച്ച മാർഗ്ഗങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ വളരെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന മാം അത്ഭുതകരമായ കാഴ്ചകളെ നേരിട്ട് അനുഭവിക്കാൻ നിരന്തരമായി യാത്ര ചെയ്യുകയും ഇഷ്ടമുള്ളത് നേടിയെടുക്കാൻ തൻ്റെ വെല്ലുവിളികളെ പോലും അതിജീവിച്ച വ്യക്തിയാണ് മാം. മാമയും ഈ സെഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനി നൂർ ജലീല. IPM സ്വന്തം നൂർത്ത എന്നാണ് ഞാൻ വിശേഷിപ്പിക്കുക. കാരണം നമ്മളെ സ്വന്തം നൂറ. ഈ ഒരു PIVQs നടക്കുമ്പോഴാണെങ്കിലും നമ്മളുടെ അനൗൺസ്മെൻറ്റിങ് കൈകാര്യം ചെയ്യുന്നത് നമ്മളെ നൂർത്തയാണ്. അപ്പോൾ നമ്മളുടെ ഒരു എന്താ പറയുക വളരെ പ്രൗഡ് പേഴ്സൺ ആണ് നൂർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിംഗറാണ്, മോട്ടിവേഷണൽ സ്പീക്കറാണ്, അതുപോലെ ഒരുപാട് നന്നായി ക്രാഫ്റ്റ് ചെയ്യും. എക്സ്ട്രാ നല്ല മൾട്ടി ടാലൻറ്റഡ് പേഴ്സൺ ആണ് നൂർത്ത. പിന്നെ മമ്മൂക്കിയുടെ കൂടെ ഒക്കെ അഭിനയിച്ച് നമ്മളുടെ ഒരു പ്രൗഡ് പേഴ്സൺ ആയിട്ട് മാറിയിട്ടുള്ള ആളാണ് നൂർത്ത. നൂർത്തയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സോ നമ്മളുടെ ഇനി ക്വസ്റ്റ്യൻ സെഷനിലേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ എനിക്ക് ചോദിക്കാനുള്ളത് അസ്ലാം മാമിനോടാണ്. മാം, താങ്കൾ ഒരുപാട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഞാൻ കണ്ടെടുത്തോളം ഒരുപാട് സ്ഥലങ്ങളിൽ വീൽചെയർ ആക്സസിബിലിറ്റി ഇല്ല. മാം എങ്ങനെയാണ് ഇതിനെ തരണം ചെയ്തിട്ടുള്ളത്? അല്ലെങ്കിൽ ഈ കമ്പാഷൻ സ്പേസ് എന്ന രീതിയിൽ എത്രത്തോളം നമ്മൾ ഇനിയും വളരാനുണ്ട്? നമസ്കാരം. ആദ്യം തന്നെ ഇങ്ങനെയൊരു സെക്ഷൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും സ്നേഹവും IPM അറിയിക്കുകയാണ്. യാത്ര ചെയ്യുമ്പം ഈ നമുക്ക് വീൽചെയറിൽ പോകാൻ കഴിയുന്ന ഇടങ്ങൾ വളരെ കുറവാണ് നമ്മുടെ സൊസൈറ്റിയിൽ. അതേപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് യാത്ര ചെയ്യാൻ വാഹനങ്ങളുടെ ബുദ്ധിമുട്ടുണ്ട്. അപ്പം എല്ലാ രീതിയിലും സമൂഹം ഇനിയും ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു. നമ്മൾ നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ റാമ്പ് വേണം, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഇപ്പം നമ്മൾ സംസാരിക്കുമ്പം ആദ്യം റാമ്പിനെ കുറിച്ചാണ് പറയാറുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു അതേപോലെ തന്നെ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകളെ അങ്ങനെയുള്ള ഇൻക്ലൂസിവിറ്റി അല്ലെങ്കിൽ അതൊന്നും നമ്മളിപ്പം സൊസൈറ്റിയിൽ വന്നിട്ടില്ല. അപ്പം നിരന്തരമായിട്ട് നമ്മളിങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരവസ്ഥയാണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പം നമ്മൾ റാമ്പ് വേണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും കോളേജിൽ പോകുമ്പം എനിക്ക് ഈ ലിഫ്റ്റ് വേണമെന്നൊക്കെ പറയുമ്പം കൂടെയുള്ള ആളുകൾ ചോദിക്കുക, എന്തിനാ റാമ്പ്, ഇതിനെ കൊണ്ടുപോകാൻ ഞങ്ങളില്ലേ എന്നുള്ള ചോദ്യമാണ് വരിക. ശരിയാണ്, നമ്മൾ ചുറ്റും അത്രയും സ്നേഹവും നമുക്ക് സപ്പോർട്ടും തരുന്ന മനുഷ്യരുണ്ട്. പക്ഷേ നമ്മളുടെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അപ്പം ഈ ഒരു വ്യക്തി ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഈ കാര്യങ്ങൾ ചെയ്യുമെന്ന് ചിന്തിക്കാൻ അത്രയും നമ്മൾ വളർന്നിട്ടില്ല. അപ്പം യാത്ര ചെയ്യുമ്പം അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാറുണ്ട്. ഞാൻ കൂടുതലും ഇപ്പം യാത്ര ചെയ്യുന്നത് എൻ്റെ പാർട്ട്ണർ ഉള്ളതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ എനിക്കൊരു സ്ഥലത്തും ഒറ്റയ്ക്ക് പോകാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഈ ഒരു അവസ്ഥയിൽ പറ്റില്ല. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി നാളുകളിൽ എനിക്കൊരു വ്യക്തിയുടെ സഹായമില്ലാതെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയുന്നൊരു കേരളം ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നൂർത്തനോടാണ്. നാക് അംഗീകൃതമാണ് നമ്മളുടെ പല കോളേജുകളും, നമ്മൾ പഠിക്കുന്ന പല കോളേജിലും നാക് അംഗീകൃതമാണ്. എന്നിട്ട് പോലും ഫുള്ളി ആക്സസിബിൾ അല്ല എല്ലാ കോളേജുകളും. അതെന്തുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു അവബോധം നമ്മളിൽ എത്താത്തത്? എല്ലാവർക്കും നമസ്കാരം. ഞാൻ നൂർ ജലീല. ഒരുപാട് സന്തോഷമുണ്ട് ക്യൂരിയോസിൻ്റെ ഒരു വേദിയിൽ സംസാരിക്കാനായിട്ട് പറ്റിയതിൽ. അപ്പോൾ ഞാൻ നേരെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഞാൻ ഡിഗ്രി കഴിഞ്ഞു, PG എത്തി നിൽക്കുകയാണ്. രണ്ട് ഡിഗ്രിയും PG ഒക്കെ ചെയ്തത് ഞാൻ നാക് അക്രഡിഷനുള്ള A++ അക്രഡിഷനുള്ള കോളേജസുകളിലാണ്. പക്ഷേങ്കിലും പലപ്പോഴും വീൽ ചെയർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പല കാര്യങ്ങളും കണ്ടിട്ടില്ല. ഉണ്ട്, പക്ഷേങ്കിലും പലപ്പോഴും അത് ഉപയോഗപ്പെടുന്ന രീതിയിലേക്ക് വളർന്നിട്ടില്ല. അതായത്
ചിലപ്പോൾ എനിക്ക് 2 കാലിലും ആർട്ടിഫിഷ്യൽ ലിംബ് വെച്ച് നടക്കാനായിട്ട് പറ്റുന്നൊരു വ്യക്തിയാണ്. എങ്കിൽ കൂടി പല രീതികളിലും കാല് ഒരുപാട് നേരം ഈ ആർട്ടിഫിഷ്യൽ ലിംബ് ഇടുമ്പോഴൊക്കെ വേദന വരിക, അധികം സ്റ്റെപ്പ് കയറുമ്പോഴുള്ള ബുദ്ധിമുട്ട്, അതൊക്കെ നേരിടാറുണ്ട്. അപ്പോൾ തന്നെ ഈ ലിഫ്റ്റ് എന്നുള്ളൊരു സംഗതി പലപ്പോഴും എൻ്റെ ശ്രദ്ധയിൽ പെടാറുള്ളത്, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ലിഫ്റ്റ് എങ്കിൽ പോലും പലപ്പോഴും ലിഫ്റ്റൊക്കെ ഓവർലോഡ് ആവുന്ന സമയത്ത് നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുമോ, നമ്മൾ പോട്ടെ എന്നുള്ള രീതിയിൽ ഒരിക്കലും കൺസിഡർ ചെയ്യാത്ത ഒരു അവസ്ഥ പലപ്പോഴും ഞാൻ നേരിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് എനിക്ക് എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം വീൽ ചെയറിലായപ്പോഴാണ് എത്രത്തോളം അത് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഫേസാണ് ഈ വീൽ ചെയർ ഫ്രണ്ട്ലി അല്ലാത്തത്, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ലേബിൾ ഫ്രണ്ട്ലി അല്ലാത്തത് എത്രത്തോളം പ്രയാസമാണെന്നുള്ളത് എനിക്ക് നല്ല വൃത്തിക്ക് മനസ്സിലായി. അതായത് മലപ്പുറത്തുമൊക്കെ ഞാനിങ്ങനെ പ്രോഗ്രാമിന് പോകാറുണ്ട്. പലപ്പോഴും നാക്കിൻ്റെ അക്രഡിഷനുള്ള കോളേജുകളിൽ പോയിട്ട് പോലും അവിടെ നിന്ന് പ്രിൻസിപ്പളിൻ്റെ ഓഫീസിലേക്ക് പോകണമെങ്കിൽ പോലും മറ്റാൾക്കാർ വന്ന് വീൽ ചെയർ പൊക്കി കൊണ്ടുപോകണം. ഒരു വീൽ ചെയറിലുള്ള അല്ലെങ്കിൽ മറ്റ് പ്രയാസങ്ങളിലുള്ള ആളുകൾക്ക് ഏറ്റവും ചുരുങ്ങിയത് പ്രിൻസിപ്പളിനെ കാണാൻ പോലും ഉള്ള സൗകര്യം ഉണ്ടാവാറില്ല. പേരെടുത്ത് പറയുന്നില്ല, പക്ഷേ പലർക്കും അറിയാം. അത് ഒരുപാട് കാലം മുമ്പുള്ള കോളേജുകളിലാണെങ്കിലും അതേപോലെ ഇപ്പോൾ നല്ല പ്രശസ്തിയിലും കുട്ടികളുടെ പഠിപ്പും കലയും ഒക്കെ മുൻനിരയിൽ നിൽക്കുന്ന പല കോളേജുകളിലും ഈ സൗകര്യമില്ല. ഒരിക്കലും പ്രിൻസിപ്പൽ ഭിന്നശേഷിക്കാർ ഇറങ്ങി വരുമെന്നു തോന്നുക. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാണാൻ പറ്റുന്ന ഒരു സാധ്യത തന്നെ അവിടെ ഇല്ലാണ്ടാവുകയാണ്. പിന്നെ ഈ വീൽ ചെയർ ഇങ്ങനെ പൊക്കി കൊണ്ടുപോകുമ്പോഴൊക്കെ അവിടെ നേരത്തെ അതൊക്കെ പറഞ്ഞ പോലെ പൊക്കി കൊണ്ടുപോകാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. പക്ഷേ നമുക്ക് നമ്മളിലുള്ള ആ ഒരു ധൈര്യം ചോർന്നു പോകുന്ന രീതിയിൽ ആയി പോകരുത്. അവിടെയാണ് നമ്മളോടുള്ളൊരു സ്നേഹം കാണിക്കുന്നത് നമ്മളുടെ ഒപ്പമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് സ്പേസസ് യൂസ്ഫുൾ ആവുന്ന ആക്സസിബിൾ ആവുന്ന രീതിയിലാക്കുമ്പോഴാണ് അത് എല്ലാവർക്കും ഉപയോഗപ്പെടുക. നമുക്ക് ഒരിക്കലും അറിയില്ല ഏതൊരു സാഹചര്യത്തിലാണ് നമുക്ക് ഇങ്ങനെ പ്രയാസം, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് എത്തിച്ചേരാന്ന്. എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചതാണ്. വീൽ ചെയറിൽ 1 മാസത്തോളം ആയതിനു ശേഷമാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ ആഴം നല്ല ക്ലിയറായിട്ട് എനിക്ക് മനസ്സിലായത്. അപ്പോൾ തീർച്ചയായിട്ടും പല കംപ്ലൈൻറ്റുകളും നാക്കിനാണെങ്കിലും കോളേജിനാണെങ്കിലും യൂണിവേഴ്സിറ്റിക്കാണെങ്കിലും കംപ്ലൈൻറ്റുകൾ പോയിട്ടുണ്ടെങ്കിൽ പോലും കോളേജുകളിൽ നാക്ക് വിസിറ്റ് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് പെയിൻ്റ് അടിച്ച് സ്റ്റാഫ് റൂമും ക്ലാസ് റൂമും വൃത്തിയാക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാറില്ല. ഇത് മാറണം. അത് മാറിയാലേ എല്ലാവർക്കും പഠിക്കാൻ പറ്റുള്ളൂ. ഒരു പ്രശസ്ത കോളേജിൽ, ഞാൻ പഠിക്കുന്ന ഒരു പ്രശസ്ത കോളേജിൽ ഒരുപാട് ഭിന്നശേഷിക്കാരുണ്ട്. അവിടെ എന്നെക്കാളും ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷേങ്കിലും ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റിൽ ഭിന്നശേഷിക്കാർക്ക് അതൊട്ടും ആക്സസിബിൾ അല്ല. ഏറ്റവും ചുരുങ്ങിയത് ലൈബ്രറിയിലേക്ക് പോലും ഒരു വീൽ ചെയറിലുള്ള ഒരാൾക്ക് പോകാൻ പറ്റില്ല, അവിടെ റമ്പില്ല. അപ്പോൾ ഇതൊക്കെ മാറിയിട്ടുണ്ടെങ്കിലേ വിദ്യാർത്ഥി സമൂഹത്തിനെങ്കിലും ഇതിൽ ഇനിയുള്ള കാലങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റുള്ളൂ. കാരണം കിട്ടുന്ന അനുഭവങ്ങൾ ഇത്രത്തോളം ആണെങ്കിൽ സാധാരണ ഡിസബിലിറ്റീസ് ഒന്നും ഇല്ലാത്ത കുട്ടികൾ മറ്റുള്ളവരെയും കൂടെ കൺസിഡർ ചെയ്യണം എന്നുള്ളൊരു മെസ്സേജ് അവർ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ നിന്ന് പോയിട്ടില്ലെങ്കിൽ ഒരിക്കലും ഇത് മാറാൻ പോകുന്നില്ല. ഈ സാധനം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. പക്ഷേങ്കിലും പലയിടങ്ങളിലായി മാറ്റങ്ങൾ കാണുമ്പോൾ മനസ്സിലൊരു സമാധാനവും സന്തോഷമുണ്ട്. അതേപോലെ തന്നെ മാറ്റങ്ങൾ അത് അനിവാര്യമാണ്. എൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിനോദ് ശ്രീയാക് സാറിനോടാണ്. ഏതൊരു സ്ഥാപനം എടുത്താലും, ഇപ്പോൾ വർക്ക് സ്പേസ് ആയാലും സ്കൂളായാലും ഫുള്ളി ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിലല്ല നമ്മൾ കാണുന്നത്. ഇപ്പം എത്ര പുരോഗമിച്ചു നമ്മൾ പറഞ്ഞാലും ഇപ്പം ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിലും അവിടെ ഫുള്ളി ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിലല്ല കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ് അത് കൺസ്ട്രക്ട് ചെയ്യുന്നവരും അതിൻ്റെ പിന്നിലുള്ള ആർക്കിടെക്ചേഴ്സും അത്തരത്തിലുള്ളൊരു പഠനത്തിലേക്ക് മുതിരാത്തത്? ആദ്യമായി എല്ലാവർക്കും നമസ്കാരം. ഈ ക്യൂരിയോസിൻ്റെ ഭാഗമായി ഈ സ്റ്റേജിൽ ഇങ്ങനെയൊരു അഭിമുഖം ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ ഞാൻ IPയുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്, മേ ബി 1 വർഷം അല്ലെ 1.5 വർഷം. അപ്പോൾ അതിനുശേഷം നമ്മളിലുണ്ടായ ഒത്തിരിയധികം തിരിച്ചറിവുകളും അനുഭവങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു കാര്യങ്ങൾ ഞാൻ ഒരു തമാശ പോലും ഈ സ്റ്റേജിലിരുന്ന് അല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ മീഡിയ
അപ്പോൾ ഈ സ്റ്റേജ് ആൾക്കൂട്ടം, ഞാൻ വന്ന സമയത്ത് വെർച്വൽ മീഡിയയെ പറ്റിയും സോഷ്യൽ മീഡിയയെ പറ്റിയിട്ടുള്ളൊരു സെഷനായിരുന്നു. കണ്ടമാനം തന്നെ ഉണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ ആരോ അനൗൺസ് ചെയ്തു, എനിക്കൊന്ന് സേഫാണോ അതോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണോ എന്ന് തോന്നുന്നു, കഞ്ചാവിൻ്റെ സൈനിങ് അടുത്ത സ്റ്റേജിൽ നടക്കുന്നുണ്ട്, കഞ്ചാവ് എന്ന ബുക്കിൻ്റെ. അപ്പോൾ ഒരുവിധം ആൾക്കാരെല്ലാവരും നല്ല രീതിയിൽ എംപ്റ്റി ആയപ്പോൾ എനിക്കൊരു സമാധാനം, അടുത്ത സെഷന് അധികം ആൾക്കാരുണ്ടാവില്ല. കാരണം എൻ്റെ സഹ പാനലിസ്റ്റുകൾ ഈ പറയുന്ന റാമ്പുകൾക്കോ അല്ലെങ്കിൽ ബാരിയർ ഫ്രീ ആക്സസുകൾക്കോ ഉത്തരം പറയേണ്ട ആളല്ല, മറിച്ച് എന്നെ കുരിശിൽ തറയ്ക്കാൻ വരുന്നവരായിരിക്കും. അപ്പോൾ ഈ സഹ പാനലിസ്റ്റുകളായിട്ട് പൊതുപ്രവർത്തകയും അഡ്മിനിസ്ട്രേറ്റീവ് മേഖലകളിലുള്ളവരെയും പൊതു നിയമങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടവരും കൂടി, മേ ബി ഒരു PWDയുടെ റെപ്രസെൻറ്റേറ്റീവ് ആവാം, ഒരു രാഷ്ട്രീയക്കാരനാവാം എന്നൊക്കെ പറയുന്ന 1-2 പേരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒറ്റയ്ക്ക് ഈ താടനം ഏറ്റെടുക്കണ്ടായിരുന്നല്ലോ എന്നൊക്കെയുള്ളതാണ് ഞാൻ വിചാരിച്ചത്. എങ്കിൽ തീർച്ചയായിട്ടും ചോദ്യവും നിങ്ങളും പറഞ്ഞ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മളൊരു സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ്, വലിയ രീതിയിൽ പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളുമാണ്, നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളുമാണ്. അപ്പോൾ ഇതുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആർക്കിടെക്ട് എന്നുള്ള രീതി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിരന്തരമായിട്ട് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന മേഖലകളാണ് പൊതുവിലേക്ക് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. അത് നിയമവുമാണ് ആക്ച്വലി. ഇപ്പം നിയമത്തിൻ്റെ ബാക്കപ്പ് ഉണ്ട് അതിന്. ഒരു പർട്ടിക്കുലർ ബിൽഡിങ്ങിലേക്ക് കയറുന്ന ഭാഗത്ത് റാമ്പ് ഉണ്ടായിരിക്കണം എന്നുള്ളത് മറ്റാണ്. പല ഫ്ലോറുകളിലേക്കും ആക്സസിബിലിറ്റി വേണ്ട മേഖലകളാണെങ്കിൽ അവിടേക്ക് ലിഫ്റ്റോ അല്ലെങ്കിൽ റാമ്പോ കൽസയാണ്. അപ്പോൾ അത് ഒരു പൊതു സമൂഹങ്ങളിലേക്ക് എത്തുമ്പോൾ അതിനെ ആ നിയമം ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ നിയമത്തിൻ്റെ ഏറ്റവും മിനിമം സാറ്റിസ്ഫാക്ഷനിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ശ്രമിക്കുക. അതൊരു നിയമം പാസ്സാവാൻ വേണ്ടിയിട്ടുള്ള, അത് ഉപയോഗപ്രദമാണോ എന്ന് പോലും ചിന്തിക്കാതെ ഉള്ള ഒരു പ്രകടനം കാണാറുണ്ട്. അതിൽ ഒരു പരിധിവരെ ഞങ്ങളും പ്രതിയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയുകയും ചെയ്യാം. അതിൽ നിന്ന് ഒഴിഞ്ഞോടാനുള്ള ഒരു താല്പര്യമില്ല. പക്ഷേ വേറൊരു രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഈ റാമ്പുകളുടെ കേസിലായാലും ലിഫ്റ്റുകളുടെ കേസിലായാലും ഇപ്പോൾ പിന്നെ നമ്മുടെ IPM തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും കാലം അതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് ആക്സസിബിൾ അല്ലാത്തൊരു ഏരിയ ആയിരുന്നു. എത്രയോ വർഷങ്ങളായിട്ടത് നടക്കുന്നു. ഇപ്പോൾ നമ്മളവിടെ ഒരു ലിഫ്റ്റിൻ്റെ വർക്ക് വളരെ ചെറിയ ഒരു കാലത്ത് അവിടെ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുള്ള ഒരു സംഗതി. അതിൽ നമുക്കും ഏതൊക്കെയോ രീതിയിൽ അതിലൊരു പാർട്ടാവാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ വലിയൊരു സന്തോഷമാണ്. പക്ഷേ അതേസമയം തന്നെ ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ള ഒരു കാര്യം, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ കാര്യം തന്നെയാണ്, അതെൻ്റെ മനസ്സിൽ ഒത്തിരി കാലമായിട്ട് ഓടുന്ന ഒരു ടോപ്പിക്കാണ്. എടുത്തുകൊണ്ടുപോകുന്നവർ അല്ലെങ്കിൽ കൂടെ നടക്കുന്നവർ, സഹയാത്രികർ എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ കമ്പാഷൻ ഒരു പ്രധാനപ്പെട്ട ഘടകവുമാണല്ലോ. ഒറ്റയ്ക്കുള്ള ഇൻഡിവിജ്വാലിറ്റിയും അവരുടെ ആക്സബിലിറ്റിയും വളരെ പ്രധാനപ്പെട്ടതാണ് എന്നിരിക്കെ തന്നെ കൂട്ടുകാരൻ്റെയോ കൂട്ടുകാരിൻ്റെയോ മകൻ്റെയോ മകളുടെയോ അല്ലെങ്കിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ ഒക്കെ ആ ഒരു സഹാനുഭൂതിയും വലിയൊരു പ്രശ്നം തന്നെയാണല്ലോ എന്നുള്ളതാണ് നമ്മൾ നിരന്തരമായിട്ട്. അപ്പോൾ ഇതിലെനിക്കൊരു ക്ലാരിറ്റി ഇപ്പോൾ വന്നൊരു കാര്യം, പൊതു ഇടങ്ങളിൽ നിർബന്ധമായിട്ടും ഈ പറയുന്ന പോലെ ഇൻഡിവിജ്വലി ആക്സസിബിൾ ആയിട്ടുള്ള സ്പേസുകൾ നിർബന്ധമായിട്ടും വേണം. പക്ഷേ അതേസമയം നമ്മളൊരു താമസ ഇടങ്ങളിൽ, ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് തന്നെ പറയുകയാണ്, അതിൽ വളരെ വ്യക്തമായിട്ടുള്ള 2 തലങ്ങൾ നിർബന്ധമായിട്ടുണ്ടാവും. അതിന് ശരിയും തെറ്റും ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ്. ഇപ്പോൾ അവിടെ വളരെ ചെറിയ ഒരു പ്രതലത്തിലുള്ള ഒരു ലാൻഡാണ് എൻ്റെ വീടിരിക്കുന്ന ഒരു സ്ഥലം. ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതി, അല്ലെങ്കിൽ അത് എൻ്റെ സ്വന്തം ബന്ധുക്കൾ എന്നുള്ള അർത്ഥത്തിലല്ല, 16 വീടുകൾ ഒരുമിച്ചുള്ള ഒരു ക്ലസ്റ്ററാണ്. ഇവിടെയുള്ള പല ചേച്ചിമാർക്കും എൻ്റെ അച്ഛനെയും അമ്മേനെയൊക്കെ പരിചരിക്കാൻ വന്ന പലർക്കും അറിയാവുന്ന ഒരു സ്ഥലവും കൂടിയാണ്, വളരെ അടുത്താണ്. അപ്പോൾ ആ പ്രതലം ഒരു ആർക്കിടെക്റ്റ് എന്ന രീതിയിൽ പ്രകൃതിയോടുള്ള കമ്പാഷനും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫെസിലിറ്റിയോടും എക്യുപ്മെൻറ്റിനോടും അല്ലെങ്കിൽ നമ്മുടെ ഒരു ബാരിയർ ഫ്രീ ആക്സസിനോടും ഒക്കെ അത്രയും റെസ്പെക്റ്റ് കൊടുക്കുന്നത് പോലെ തന്നെ കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ് പ്രകൃതിയോടും പ്രതലങ്ങളോടും ഉണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒത്തിരിയധികം തട്ടുകളായിട്ട് തിരിച്ച് വലിയ റീറ്റെയിനിങ് വോളുകളും വലിയ എർത്ത് റിമൂവലുകളൊന്നും വരാത്ത രീതിയിലാണ് അതിൻ്റെ നിർമ്മാണം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചില സ്റ്റെപ്പുകളുടെ അനിവാര്യത വരും. റാമ്പിൻ്റെ പോസിബിലിറ്റികൾ ആലോചിക്കാവുന്നതാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന ടെമ്പററി റാമ്പ് പോലും ആക്ച്വലി ചീപ്പാണ്. ദിസ് ഇസ് നോട്ട് ദ ആംഗിൾ വിച്ച് വി ആർ സപ്പോസ് ടു ബി ഡൂയിങ് ഇറ്റ്.
അപ്പോൾ അത് പക്ഷേ ആ വൃത്തിയുള്ള ഒരു ആംഗിളിലേക്ക് കിട്ടണമെങ്കിൽ മേ ബി ആ കുട്ടികൾ ഇരിക്കുന്ന ഭാഗത്തുനിന്നേ തുടങ്ങേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള ചില ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതിനുള്ള സ്പേസ് പലപ്പോഴും തികയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ഉണ്ടോ, ഒന്ന് തള്ളിക്കൊടുത്താൽ വരാമല്ലോ എന്ന് പറയുന്നത് പോലെയുള്ള ചില ഒരു അതിൻ്റെ ഇതിൻ്റെയുള്ള മിഡിൽ സൊല്യൂഷൻസിലേക്ക്, പ്രകൃതിയും വേണം എന്നാൽ ആക്സസിബിലിറ്റിയും വേണം എന്നൊക്കെ പറയുന്ന രീതിയിലേക്കുള്ള ചില കോംപ്രമൈസുകളിലേക്ക് എത്താൻ ആർക്കിടെക്റ്റ് ആവേണ്ടതായിട്ട് വരുന്ന സംഗതികളുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സൈഡ് ഞാൻ കണ്ടിട്ടുള്ളത്, പ്രത്യേകിച്ച് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ, അച്ഛൻ്റെ കേസിലായാലും അമ്മയുടെ കേസിലായാലും, പ്രത്യേകിച്ച് അമ്മയുടെ കേസിൽ, അമ്മയായിട്ട് എപ്പോഴും ഞാൻ മേ ബി എൻ്റെ കുടുംബത്തിലെ ഏറ്റവും ഇളയ കുട്ടിയാണ്. അമ്മയുമായിട്ടുള്ള ബോണ്ടിങ് വളരെ അധികമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ കൂടെ അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണറുടെ കൂടെ അമ്മയൊക്കെ താമസം ഒരു ഏകദേശം 18 വർഷത്തോളം ഞങ്ങളിവിടെ ഈ വീട്ടിൽ ഒരുമിച്ച് താമസിച്ചവരാണ്. അപ്പോൾ അവിടെ നിന്നാണ് ചെറുപ്പത്തിലുള്ള ബോണ്ടിങ്ങിനേക്കാൾ കൂടിയത് അവസാന കാലഘട്ടങ്ങളിലെ 18 വർഷം അവരെൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അവരെ കൊണ്ടു നടക്കാൻ പറ്റി എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലാണ് ബോണ്ടിങ് കൂടുന്നതും. ആ ബോണ്ടിങ് കൂടാൻ ഒരു പ്രധാന കാരണമായത് അവിടെ ഉണ്ടായിരുന്ന സ്റ്റെപ്പുകളാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതെൻ്റെ ഒരു അനുഭവവുമാണ്. എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര മുട്ടുവേദനയുള്ള ഒരാളായിരുന്നു. പക്ഷേ വീട്ടിലേക്ക് എത്തണമെങ്കിൽ, കാർ പാർക്കിങ്ങിൽ നിന്ന് വീട്ടിലേക്ക് എത്തണമെങ്കിൽ കുറേ സ്റ്റെപ്പുകളുണ്ട്. പക്ഷേ വീടിൻ്റെ ഉള്ളിൽ സ്മൂത്ത് ഫലമാണ്. പിന്നെ ഫസ്റ്റ് ഫ്ലോറിലേക്കോ സെക്കൻഡ് ഫ്ലോറിലേക്കോ പോകണമെങ്കിൽ സ്വാഭാവികമായിട്ടും സ്റ്റെപ്പുകളുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ സ്റ്റെപ്പുകൾ ഉള്ളതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് മേ ബി വീക്കെൻഡുകളിൽ പള്ളിയിലേക്ക് പോകണം, അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ എൻ്റെ നാടേക്കൊന്ന് പോകണം എന്നൊക്കെ പറയുമ്പോൾ ചെറിയ ചെറിയ സ്റ്റെപ്പുകളുണ്ട്. പിന്നെ കുറേ ഒരു നീണ്ട പ്രതലാണ്, വീണ്ടും 2-3 സ്റ്റെപ്സ് ഉണ്ടാവും. അപ്പോൾ വളരെ ഓട്ടോമാറ്റിക്കായിട്ട് ഞാനിപ്പോൾ അത് പറയുമ്പോൾ ഞാനിതിനൊക്കെ എന്താ പറയുക, ഒരു ആർക്കിടെക്റ്റ് എന്നുള്ള രീതിയിലും മകൻ എന്നുള്ള രീതിയിലും ഈ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു സൊസൈറ്റി മുമ്പിലുണ്ട് എന്നുള്ള തിരിച്ചറിവിലും ഒക്കെ കുറേയൊക്കെ കുറ്റാരോപണത്തോടുകൂടിയും കുറേയൊക്കെ ഒരു ആർക്കിടെക്റ്റിൻ്റെ റിഫ്ലക്ഷൻ എന്ന രീതിയിൽ പറയുകയാണ്. അപ്പോൾ ഈ 2 സ്റ്റെപ്പ് ഇറങ്ങാനുള്ള സ്ഥലത്ത് ഞാൻ ഇങ്ങനെ നിൽക്കും. അമ്മയ്ക്ക് അമ്മേനെ പിടിക്കുന്നത് ഇഷ്ടമല്ല, അമ്മ എന്നെ പിടിക്കുന്നതാണ് അമ്മയ്ക്ക് ഇഷ്ടം. അപ്പോൾ എൻ്റെ കൈ തന്നെ അവിടെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ അമ്മ വന്ന് പിടിക്കും, ആ സ്റ്റെപ്പ് ഇറങ്ങും. അത് കഴിഞ്ഞ് കുറേ ദൂരം അമ്മ നടക്കും. അപ്പോൾ ഞാൻ പോയിട്ടാവും അവിടുന്ന്. അടുത്ത സ്റ്റെപ്പിൻ്റെ അവിടെ ഞാൻ വീണ്ടും ഇങ്ങനെ നിൽക്കും, അമ്മ വന്ന് പിടിക്കും, ഇറങ്ങും. അങ്ങനെ ആ ഒരു കൾച്ചർ. അപ്പോൾ അതെൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള അതിശക്തമായ ഒരു തോന്നലുണ്ട്. അമ്മേനെ പള്ളി കൊണ്ടുപോകേണ്ട എൻ്റെ ഉത്തരവാദിത്തമാണ്. അമ്മയ്ക്ക് പുറത്ത് കൊണ്ട സമയം ഞാൻ കൊണ്ടുപോകാണ്. അപ്പോൾ പോകുമ്പോൾ ഇന്ന പൊസിഷനുകൾ ഞാൻ പോസ്റ്റ്പോൺസ് ആയിട്ട് നിൽക്കേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ബൈനറീസ് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു വല്ലാത്ത പ്രതിസന്ധി ഉണ്ട് ഒരു ആർക്കിടെക്റ്റിൻ്റെ ജീവിതത്തിൽ. ഇതിൽ ഏതാണ് ശരി, എവിടെ എന്ന് വെച്ചാൽ ആ സ്റ്റെപ്പുകൾ ഉപയോഗിച്ചത് കൊണ്ടും അവിടെ ഒത്തിരിയധികം ചെറിയ സൈറ്റാണ്. 32 സെൻറ്റിലുള്ള ലാൻഡിൽ 16 വീടുകളുണ്ട്. അതിൻ്റെ ഉള്ളിലൊരു നടുമുറ്റുണ്ട്, അതിലൊരു വലിയ 2-3 മരങ്ങളുണ്ട്, കുറേ കിളികൾ അവിടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കോംപ്രമൈസ് ചെയ്തിട്ട് ഞാൻ അവിടെ ഒരു ലോബി ഉണ്ടാക്കി, ഒരു സ്റ്റെയർ കേസ് അല്ലെങ്കിൽ ഒരു ലിഫ്റ്റ് ഉണ്ടാക്കാമായിരുന്നു. ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു കൺസെപ്റ്റിൽ അങ്ങനെ ചെയ്യാമായിരുന്നു. അതായിരുന്നോ ശരി, ഇതായിരുന്നോ ശരി എന്നുള്ള ഒരു നിരന്തരമായ പ്രശ്നം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്, ഇന്നും ഉണ്ട്. അപ്പോൾ അത് ശരി, ഞാൻ ചെയ്തത് ശരി എന്ന് വിശ്വസിക്കാനുള്ള ന്യായീകരണമായിട്ടായിരിക്കാം ഞാൻ എൻ്റെ കയ്യെ ഉപയോഗിക്കുന്നതും മരങ്ങളെയും കിളികളെയൊക്കെ ഉപയോഗിച്ച് കുറച്ച് റൊമാൻസ് ഒക്കെ തരുന്നതും. അതുകൊണ്ട് തന്നെ വരുന്ന ഏറുകൾക്ക് കുറച്ചൊക്കെ ശക്തി കുറയുമായിരിക്കും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷയാണ് അതിലുള്ളത്. അപ്പോൾ അതിലൊരു ശരികേടുമുണ്ട് ശരിയുമുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഒരു തുടക്കം എന്നുള്ള നിലയിൽ പറയാനുള്ളത്. ഞാനിങ്ങനെ സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ച് പോകുന്നൊരവസ്ഥയുണ്ട്. ഐ ആം സോറി. ഇനി അസ്ലാം മാമിനോട്. അസ്ലാം ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്, നമുക്കറിയാം. മാമിൻ്റെ പേജും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നല്ല എഴുത്തും ഒരുപാട് യാത്രയും കാണാം. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് യാത്ര അതൊക്കെ കാണുന്നത്. അപ്പം മാമിൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു യാത്ര പറഞ്ഞുതരാൻ പറ്റുമോ ഞങ്ങൾക്ക്? യാത്രകളെല്ലാം സ്പെഷ്യലാണ് ആക്ച്വലി. കാരണം നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുന്നു, അവിടുത്തെ കൾച്ചർ അറിയുന്നു, അവിടെ ഇൻട്രാക്ട് ചെയ്യുന്നത് എല്ലാം. പക്ഷേ എപ്പോഴും ഓർത്തിരിക്കുന്നത് ചെറും ലക്ഷദ്വീപിലോട്ട് പോയ ഒരു യാത്രയാണ്. കാരണം ഞാൻ കല്യാണം കഴിഞ്ഞ് 1 ഇയർ കഴിഞ്ഞിട്ടാണ് ഹസ്ബൻഡിൻ്റെ പോകുന്നത്. അപ്പം അത് വേറെ ഒരു അനുഭവമായിരുന്നു, വേറെ തന്നെ ഒരു കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്തതായിരുന്നു. അതുപോലെ ആഡ് ചെയ്യേണ്ടതാണ്, ഞാൻ ഫസ്റ്റ് ഇൻ്റർനാഷണൽ പോയത് ബാംഗ്ലൂർ, തായ്ലൻഡ്. അപ്പം ഇന്ത്യ പോലെ തന്നെ ഡെവലപ്പിംഗ് ആയിട്ടൊരു കൺട്രിയാണ് തായ്ലൻഡ് എന്ന് പറയുന്നത്. പക്ഷെ അവിടെ എനിക്ക് ഭയങ്കരമായിട്ട് ആകർഷിച്ച സാധനം എന്താണെന്ന് വെച്ചാൽ അവിടെ എല്ലാം ഡിസേബിൾഡ് ഫ്രണ്ട്ലി ആയിരുന്നു എന്നുള്ളതാണ്. അതായത്
അപകടങ്ങളോ അങ്ങനെയുള്ള കൺട്രി അല്ല. എന്നിട്ട് പോലും വീൽ ചെയറിലുള്ള ആളുകൾക്ക് യാത്ര ചെയ്യാൻ ഫുട്പാത്തുകൾ, നമ്മളെ നാട്ടിലാണെങ്കിൽ അതിൻ്റെ ഇടയിൽ 2 സാധനം കൊണ്ടുവെക്കും. പലപ്പോഴും ഫുട്പാത്തിൽ ഇങ്ങനെ വഴി തന്നെയാണ് പോവുക ഈ വീൽ ചെയറിൽ പോകുന്ന സമയത്ത്. പക്ഷെ അവിടെ എനിക്ക് മനസ്സിലായത് ഈ സാധനങ്ങളൊന്നുമില്ല. അപ്പം വീൽ ചെയറിൽ ഒരാൾക്ക് സ്മൂത്തായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാം, അവർക്ക് ഒറ്റയ്ക്ക് ഷോപ്പിങ്ങിന് പോവാം, ഫുഡ് കഴിക്കാൻ പോവാം. വളരെ ഞാനിത് പറയുമ്പം എനിക്ക് സത്യം പറഞ്ഞാൽ വീൽ ചെയറിൽ പോകാൻ കഴിയുന്നൊരു സ്ഥലം കാണാമെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതെനിക്ക് എന്തോ ഒരു നേടിയെടുത്ത ഒരു പ്രതീതിയാണ് ആക്ച്വലി. അതായത് ഇപ്പോൾ നിങ്ങൾക്കൊരു ഷോപ്പിങ്ങിന് പോവാന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഒരു ഫുഡ് കഴിക്കാൻ പോവാന്ന് പറയുന്നത് വലിയ കാര്യമായിരിക്കില്ല. പക്ഷെ ഡിസേബിൾഡ് ആളിനെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെയാണ്. അപ്പോൾ ബാങ്കൊക്കെ അങ്ങനെ കണ്ടപ്പോഴൊക്കെ ഞാൻ ഓർത്തു, ഇതിപ്പോൾ നമ്മൾ ഇന്ത്യയിൽ കേരളത്തിൽ വന്നിരുന്നെങ്കിൽ എനിക്ക് എത്രയൊക്കെ സ്ഥലങ്ങൾ പോകാമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് എത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എന്ന് ഞാൻ ആലോചിച്ചു. പിന്നെ സാറ് പറഞ്ഞതിനെ കൂട്ടി ഒരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, നമ്മൾ പ്രകൃതിനെ സംരക്ഷിക്കുന്നതോടൊപ്പം എനിക്ക് സാറിൻ്റെ അമ്മ സാറിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുവെന്ന് അമ്മക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടാവും. ശരിക്കും നമ്മൾ ബന്ധങ്ങളാണെങ്കിൽ പോലും നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാവുക പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആണല്ലേ. അപ്പം എനിക്ക് തോന്നുന്നു പ്രകൃതിനെ കൺസിഡർ ചെയ്യുന്നതോടുകൂടെ ഒരു റാമ്പ് അവിടെ വെക്കാമായിരുന്നു. അല്ലെങ്കിൽ ഇത് നീട്ടി ഇത് എനിക്കറിയാം, ഇത് ഈ ഒരു കറക്റ്റ് അല്ല, 1:12 അങ്ങനെ എന്തോ ഒരു രീതിയിലാണ് തോന്നുന്നത് വരുന്നത്. അപ്പം അങ്ങനെയാണ് വേണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് കറക്റ്റ് അല്ല എന്ന് എനിക്കറിയാം. എങ്കിൽ പോലും ഇങ്ങനെയുള്ള ഒരു ചെറിയ സാധനം കണ്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇവിടെ ഉണ്ടാവുമോ എന്നിങ്ങനെ ആലോചിച്ചായിരുന്നു ഞാൻ വന്നത്. പക്ഷെ അത് കണ്ടപ്പോൾ ഒരു സന്തോഷവും സമാധാനവും ഉണ്ടല്ലോ. അപ്പം ചെറിയ രീതിയിലാണെങ്കിൽ പോലും നമ്മളൊന്ന് കൂടെ നിൽക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. നമ്മൾ പ്രകൃതിയുടെ കാര്യം, നമ്മൾ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾ പ്രകൃതിയെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഒരു റാമ്പ് വരുന്നത് കൊണ്ട് അവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഞാൻ സാറിനെ എതിർത്ത് പറയുന്നതല്ല, ഞാൻ നമ്മളുടെ ഒരു സൈഡ് മാത്രം പറയുന്നതാണ് കേട്ടോ. അങ്ങനെയും കൂടെ ആളുകൾ ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്, അത്രയുള്ളൂ. അപ്പം റാമ്പുകൾ വരുന്നതോടൊപ്പം തന്നെ ഞാൻ ATMലൊക്കെ പോകുമ്പം ചില സമയത്ത് കണ്ടിട്ടുണ്ട് ഭയങ്കര സ്ലോപ്പായിരിക്കും. അതുപോലെ റെയിലുണ്ട്, അത് നമുക്കിങ്ങനെ പിടിച്ചിറങ്ങാൻ ഈ സൈഡിൽ സാധനം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ കയറുന്ന അവിടെ എന്തെങ്കിലും ഒരു കട്ടിങ് ഉണ്ടാവും. അപ്പം നമുക്കവത് സാറ് പറഞ്ഞ പോലെ തന്നെ അവിടെ പേരിന് നിയമത്തിൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് അവർ റാമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പം ഇതിലൊക്കെ മാറ്റം വരേണ്ടതുണ്ട്, അത്രയേ ഉള്ളൂ. ഇനി നൂർത്തനോട് ക്യൂസിൽ ഇപ്പം ഇവിടെ സജീവ പ്രവർത്തകയാണ്, നമ്മളുടെ ഒരുപാട് വളണ്ടിയർ ആയിട്ട് നൂർത്തക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. അപ്പം യൂത്തിന് എത്രത്തോളം ഈ ഒരു വിഷയത്തിൽ ഒരു കമ്പാഷനേറ്റ് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ യൂത്ത് എത്രത്തോളം സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി സാധിക്കേണ്ടതുണ്ട് എന്നുള്ള വിഷയത്തെ കുറിച്ചൊന്ന് പറയാം. ഒരു കുറച്ച് കാലം മുമ്പ് ആണെങ്കിൽ നോക്കണമെങ്കിൽ ആൾക്കാരും, ഞാനൊക്കെ പണ്ട് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും കയ്യില്ല എന്നുള്ളൊരു കാര്യം. പക്ഷേങ്കിലും ആൾക്കാരിങ്ങനെ ചോദിക്കും, കയ്യില്ല അല്ലേ, എന്താ കയ്യില്ലാത്തതെന്നൊക്കെ ചോദിക്കും. ഇപ്പം എനിക്കറിയുന്ന കാര്യമല്ല എന്താ കയ്യില്ലാത്തതെന്ന്. അപ്പോൾ ചോദിക്കുന്ന ആൾക്കാർക്ക് ഒരു ബോധമുള്ളതാണെന്ന് എനിക്കറിയാം. പക്ഷേ നമുക്ക് തിരിച്ചൊന്നും പറയാനുണ്ടാവില്ല. ആ ഒരു കാലം ഇപ്പോഴത്തെ കാലം വെച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ യൂത്ത് ഇങ്ങനത്തെ സ്പേസസും അതേപോലെ അനുകമ്പ മുറുകെ പിടിക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു വലിയൊരു തെളിവാണ് യൂത്ത് ഇൻ പാലിയേറ്റീവ് കെയർ. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഈ ക്യൂരിയോസ് കഴിഞ്ഞ 3 ദിവസം, ഇന്നലെ മിനിഞ്ഞാന്ന് ഇന്ന് അടക്കം നമ്മുടെ ക്യൂരിയോസിൻ്റെ ഒരു വലിയ ഭാഗം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ വോളണ്ടിയേഴ്സാണ്. അപ്പോൾ ഇവിടെ ഉള്ള വീൽ ചെയർ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഒപ്പം നിൽക്കാനായിട്ട് ഓരോ വോളണ്ടിയേഴ്സും ഉണ്ട്. അതേപോലെ ഇനി അവർക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കണം എന്നാണെങ്കിൽ അവരുടെ പുറകിൽ തന്നെ ഉണ്ട്. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഒന്ന് വിളിച്ചാൽ വെളിപ്പുറത്തുണ്ട് എന്നുള്ള രീതിയിലൊരു വോളണ്ടിയർ എപ്പോഴും കൂടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ യൂത്ത് മാറി തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ബ്രദർ സിസ്റ്ററിനെ പോലെയാണ് എന്ന് പറഞ്ഞ് ഒപ്പമുണ്ട് എന്നുള്ളൊരു തോട്ട് വരുമ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് ആണ്. അതേപോലെ തന്നെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഒറ്റയ്ക്ക് ഉത്തരവാദിത്വത്തോടെ ചെയ്യുമ്പോൾ അത് എനിക്ക് നല്ല ഏതൊരു വ്യക്തിക്കും ഭയങ്കര കോൺഫിഡൻസ് ആണ്. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ എടുത്തു പറയുകയാണെങ്കിൽ
ഭിന്നശേഷിക്കാർക്കാണെങ്കിലും മറ്റ് പാലിയേറ്റീവ് കെയർ ദീർഘകാലം കിടപ്പിലായി പോയിട്ടുള്ള രോഗികൾക്കാണെങ്കിലും എല്ലാവർക്കും ചെയ്യുന്ന കാര്യങ്ങൾ, സഹായങ്ങൾ, ഒപ്പം നിൽക്കുന്നത് ഒരു പാഠങ്ങളാണ്. എനിക്ക് പാലിയേറ്റീവ് ഞാനൊരു ഡിഗ്രി തന്നെ വോളണ്ടിയറായി കയറി ഇതിപ്പോൾ 4ാമത്തെ ക്യൂരിയോസ് വരെ ഞാൻ എത്തി നിൽക്കുകയാണ്. ഇവിടെ എന്നെ പിടിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ തന്നിട്ടുണ്ട്. എന്നെപ്പോലെ അതേപോലെ രോഗം കണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് ഭയങ്കര സമാധാനം, ഭയങ്കര ഒരു എനർജി പോലും നമുക്ക് ക്യൂരിയോസ് കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് ശരിക്കും ഞാൻ അഭിനന്ദിച്ച് പറയുന്നത് ഈ ക്യൂരിയോസിന് വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള എല്ലാവരും തന്നെ ഭിന്നശേഷി സുഹൃത്തുക്കളെ ചേർത്ത് പിടിക്കാനായിട്ട് പറ്റുന്നതിൻ്റെ അപ്പുറം ചെയ്തിട്ടുണ്ട്. അതിൽ ക്യൂരിയോസിനോടും ഓരോ വോളണ്ടിയേഴ്സിനോടും ഭയങ്കര സ്നേഹം അറിയിക്കുന്നുണ്ട്. അതേപോലെ ഇവിടുത്തെ മെയിനായിട്ടുള്ള ആളുകളും അത് ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിൽ വെച്ചത് കൊണ്ട് തന്നെയാണ് നമ്മുടെ IPMൻ്റെ 1ാമത്തെ ഫ്ലോറിലേക്ക് ഭിന്നശേഷി സുഹൃത്തുക്കൾക്ക് എത്തണം എന്നുള്ളൊരു ചിന്ത പോലും പോയത്. അതിനും ഒരുപാട് സ്നേഹം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിനോദ് സാറിനോടാണ്. സാറിൻ്റെ ഫോമിൻ്റെ പേര് ഗുഡ് എർത്ത് എന്നാണ്. അധിക കൺസ്ട്രക്ഷൻസും ബാഡ് ആയിട്ടാണ് നമ്മളുടെ എർത്തിനെ ബാധിക്കുന്നത്. അതെന്തുകൊണ്ടാണ് ഗുഡ് എർത്ത് എന്നുള്ളൊരു ഫോം അതിന് വന്നത്? പേളസ് ബക്ക് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹം എഴുതിയ ഒരു മനോഹരമായ പുസ്തകത്തിൻ്റെ പേരാണ് ഗുഡ് എർത്ത് എന്നുള്ളത്. അതടിച്ചു മാറ്റി കമ്പനിക്ക് പേരിട്ടു. അതിൻ്റെ പേരിൽ കുറേ മരവും ചെടിയൊക്കെ നട്ട് ഇഷ്ടികയും മണ്ണും ഒക്കെ ഇട്ട് പൂശി നല്ല എർത്താണ് എന്ന ആൾക്കാരെ ധരിപ്പിച്ചും തെറ്റിദ്ധരിപ്പിച്ചും ഒക്കെ പോകുന്നു എന്നുള്ളതാണ് ആ ഗുഡ് എർത്ത് എന്ന് പറയുന്ന പേരിൻ്റെ ഒരു അർത്ഥം സത്യത്തിൽ. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഡെഫിനറ്റായിട്ടും ആസ് യു റൈറ്റ്ലി ഒബ്സർവ്ഡ് എത്ര കുറയ്ക്കാമോ അത്രയും കുറയ്ക്കുന്നത് നല്ലതാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. അങ്ങനെ തന്നെയാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും ഈ ബിൽഡ് ലെസ് എന്ന് പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ഗുഡ് എർത്ത് എന്ന് പറയുന്ന പേരിട്ടത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ പേരിനോട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ന്യായീകരണം പുലർത്താൻ വേണ്ടി തന്നെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുള്ളൊരു കാര്യവും അതുതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഞങ്ങളുടെ ആദ്യത്തെ പ്രൊജക്റ്റാണ് ഗുഡ് എർത്തിൻ്റെ. അപ്പോൾ അതിലും നമ്മൾ ശ്രദ്ധിക്കാൻ ശ്രമിച്ചത് ഏറ്റവും മിനിമം കൺസ്ട്രക്ഷൻ എങ്ങനെ ചെയ്യാൻ പറ്റും, ആ മിനിമത്തിൽ ബാക്കിയുള്ള എല്ലാ സന്തുലിതാവസ്ഥകളും എങ്ങനെ നിലനിർത്താം എന്നുള്ളതാണ്. സുഹൃത്ത് പറഞ്ഞതുപോലെ ഒരു റാമ്പിനെയും കൂടി അതിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ വണ്ടർഫുൾ എന്നുള്ളത് സംശയവുമില്ല. അപ്പോൾ അതാണ് ആ ഒരു ചോദ്യത്തിനർത്ഥം. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് എൻ്റെ യുവ സുഹൃത്തുക്കളോടും ബാക്കി ശ്രോതാക്കളോടുമൊക്കെ എൻ്റെ ഒരു അനുഭവം കൂടി ഇവിടെ പറയാനുള്ളത്, നേരത്തെ സുരേഷ് ജിയും സൈഫും കൂടിയുള്ള ഡിസ്കഷനിൽ വന്നൊരു ടോപ്പിക്കാണ് ICUവിൻ്റെ ഭീകരതയെ പറ്റിയിട്ട്. അല്ലെങ്കിൽ എൻ്റെ പേരൻസ്, എൻ്റെ അമ്മയായാലും അച്ഛനായാലും, അമ്മ വീട്ടിൽ തന്നെ, ഈ പറഞ്ഞ വീട്ടിൽ തന്നെ ഇരുന്ന് അവർക്ക് മരിക്കാൻ ഉള്ള ഒരു യോഗം ഉണ്ടായി. അതും പാലിയേറ്റീവിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെയാണ്. അതിനുശേഷം എൻ്റെ അച്ഛൻ മരിച്ചിട്ട് വളരെ കുറച്ച് കാലങ്ങളേ ആയിട്ടുള്ളൂ, ഇൻഫാക്ട് 2 months ആയിട്ടേ ഉള്ളൂ. അതും ഇവിടെ വെച്ചിട്ട് തന്നെയായിരുന്നു അതും സംഭവിച്ചത്. അപ്പോൾ അത് സംഭവിക്കുന്ന സമയത്ത് എനിക്കുണ്ടായ പല അനുഭവങ്ങളിലൊന്ന്, ഞാനുണ്ട്, എൻ്റെ ഒരു ബ്രദറുണ്ട്, വേറെ 1-2 ബ്രദറിലോ, ഞങ്ങൾ 2-3 പേര് ഞങ്ങൾ ആ കോറിഡോറിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് റൂമിൻ്റെ തൊട്ട് പുറത്ത്. അപ്പോൾ അച്ഛനുള്ളിലുണ്ട്, എൻ്റെ പാർട്ട്ണർ ഉള്ളിലുണ്ട്, വേറെ മകന് ഉള്ളിലുണ്ട്, എൻ്റെ മകനുള്ളിലുണ്ട്. അച്ഛനുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പുറത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ICUവിലാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു സിസ്റ്റർ വന്നിട്ട് നമ്മളോട് പറയുക, അച്ഛൻ അല്ലെങ്കിൽ അവർ ക്രിട്ടിക്കലാണ്, നിങ്ങൾ ഇവിടെ ഈ കോറിഡോറിൽ ചുറ്റി നിൽക്കാതെ നിങ്ങൾ അപ്പുറത്ത് പോയിട്ടുള്ള ആ വെയിറ്റിംഗ് റൂമിൽ പോയി വെയിറ്റ് ചെയ്യും, അറിയിക്കാം എന്ന് പറയുന്ന ആ ഒരു സിനേറിയയിൽ നിന്ന് ഇവിടെ സംഭവിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പുറത്തിരുന്ന് സംസാരിക്കാതെ നിങ്ങൾ ഉള്ളിലേക്ക് പോയി അച്ഛനുമായി സംസാരിക്കൂ. അച്ഛനിഷ്ടമുള്ള എന്തൊക്കെയാണോ ടോപ്പിക്ക്, ആ ടോപ്പിക്കുകൾ സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അന്നേരവും എൻ്റെ മനസ്സിൽ ഒരു മരണം എന്ന് പറയുന്ന സാധനം പോയിട്ടേ ഇല്ല. കാരണം ഞങ്ങൾ പല പ്രാവശ്യം ഇവിടെ വരാറുണ്ട്, പോവാറുണ്ട്. അച്ഛൻ വളരെ ശക്തനായൊരു മനുഷ്യനാണ്, വലിയ രീതിയിൽ എന്താ പറയുക പിടിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഒരു മരണത്തിന് തക്കതായ ഒരു ഗണവും ഇല്ലാത്ത
ഒരു റൊട്ടീൻ വിസിറ്റിന് വേണ്ടി വന്നു, ഒരു റൊട്ടീൻ വിസിറ്റ് കഴിഞ്ഞ് പോകുന്നു എന്നുള്ളൊരു ചിന്തയിൽ നിൽക്കുന്ന സമയത്ത് വന്ന ഡോക്ടർ, ഷി വാസ് ഹിയർ യെസ്റ്റർഡേ ഓൾസോ, ഐ മെറ്റ് ഹർ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അത് അന്ന് എനിക്കതിൻ്റെ സംഗതി മനസ്സിലായില്ല സത്യത്തിൽ. ഞാൻ അന്നേരം വിചാരിച്ചത് നമ്മളെ ശാസിക്കുകയാണെന്നാണ്. പുറത്തിരുന്ന് സംസാരിക്കുന്നത്, ഉള്ളിലേക്കിരുന്ന് സംസാരിക്കുന്നത്, അപ്പോൾ അതൊരു ശാസനയായിരുന്നു ഞാൻ ചെറിയ രീതിയിലെങ്കിലും ചെയ്തത്. പിന്നെയാണ് മനസ്സിലായത്, ഷീ ന്യൂ ദാറ്റ് യുനോ അച്ഛൻ പോവാറായിരിക്കുന്നു. അപ്പോൾ അവിടെ പോയിരുന്ന് സംസാരിക്കുക, കൂടെ ഉണ്ടാവട്ടെ എല്ലാവരും. അപ്പോൾ ആ ഒരു അത്ഭുതകരമായ ഒരു അനുഭവം, അല്ലെങ്കിൽ ആ ഒരു അനുഭവം അതിൻ്റെ കാര്യത്തിൽ സംഭവിച്ചു. അതിന് വലിയൊരു കാരണമായത് ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് അല്ലെങ്കിൽ IPM ആണ്. നിങ്ങൾ ഓരോരുത്തരുമായിട്ടുള്ള ബന്ധമാണ്. ഇവിടെ ഇരിക്കുന്ന ആ ചേച്ചിമാരുണ്ട്, വോളണ്ടിയേഴ്സ് ഉണ്ട്, എല്ലാവരുമായിട്ടുമുള്ള ആ ഒരു കരുണയിൽ നിന്ന് കിട്ടിയ വലിയൊരു അനുഗ്രഹം ഗംഭീരമായി കൈപ്പറ്റിയ ഒരാളാണ് ഞാൻ എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് ഞാനിവിടെ ബന്ധപ്പെട്ടത്. അതിൽ നിന്നാണ് ഗുഡ് എർത്ത് എന്ന് പറയുന്ന പേരിനൊരു പ്രസക്തി ഉണ്ടായത്. അതിലാണ് ഞാനിവിടെ ഇരിക്കുന്നത് എന്നുള്ളത് എല്ലാം ഒരു സൈക്ലിക് ആയിട്ടുള്ളൊരു സാധനമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കൂടി സംസാരിക്കട്ടെ. അതായത് ഈ കമ്പാഷൻ സ്പീസീസ് ഡിസൈൻ ആണല്ലോ നമ്മുടെ ടോപ്പിക്. അപ്പോൾ ഞാൻ ഇന്നലെ ഇവിടെയുള്ള ഒരു കോൺവെർസേഷൻ കഴിഞ്ഞിട്ട് വന്നിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഈ ഒരു ഹോളിനെ പറ്റിയിട്ട് എനിക്കറിയാം. കാരണം ഞങ്ങളിവിടെ ഇതിൻ്റെ ഒരു ഓവറോൾ മാസ്റ്റർ പ്ലാനും ഒരു ഓവറോൾ എൻഹാൻസ്മെൻറ്റ് ഓഫ് ക്വാളിറ്റി ഓഫ് കമ്പാഷനും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഫാക്ട് ആർക്കിടെക്ട്സിൻ്റെ സമൂഹത്തെ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് വലിയ രീതിയിൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് ഒരു കേരളം മൊത്തത്തിലുള്ള ഒരു കോമ്പറ്റീഷനിലൂടെ, യങ്സ്റ്റേഴ്സിൻ്റെയും സ്റ്റുഡൻസിൻ്റെയൊക്കെ ഒരു കോമ്പറ്റീഷനിലൂടെ ഈ ഒരു പർട്ടിക്കുലർ ക്യാമ്പസിനെ കുറേ കൂടി കമ്പാഷനേറ്റ് ആക്കാനും, കുറേ കൂടി ബാരിയർ ഫ്രീ ആക്കാനും, കുറേ കൂടി പ്രൊട്ടക്റ്റീവ് ആക്കാനും ഒക്കെയുള്ള ഒരു സെൻറ്റർ ആക്കണം എന്നുള്ളതാണ്. ഇൻഫാക്ട് നമ്മൾ പറയുന്നൊരു പോയിന്റ് സെൻറ്റർ ഓഫ് ഹാപ്പിനെസ്, പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ്. ഇതിനെ ഒരു സെൻറ്റർ ഓഫ് ഹാപ്പിനെസ് ആക്കാൻ എന്താണ് മാർഗം എന്നൊക്കെയുള്ള വലിയ ചർച്ചകളും ഡിബേറ്റുകളും ഡിസ്കഷനും നടത്തിക്കൊണ്ടിരിക്കുന്നൊരു സമയവുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സ്പേസുകളെ പറ്റിയിട്ട് അത്യാവശ്യം നല്ല ധാരണയുണ്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട്. അപ്പോൾ ഇന്നലെ ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം ചോദിച്ചത്, എന്താണ് ഇവർ ഈ സ്റ്റേജ് ഇത്രയും ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ഈ ഹോളിനെ എന്തിനാണ് അവർ പകുതിയാക്കി കളഞ്ഞത്? കാരണം ആൾക്കാർ പലരും പുറത്തൊക്കെ നിൽക്കുന്നുമുണ്ട്, ഇരിക്കാൻ സ്ഥലമില്ലാത്ത ഒരവസ്ഥയുണ്ട്. അത് വേണമെങ്കിൽ മുഴുവനായിട്ട് ഉപയോഗിക്കാമായിരുന്നല്ലോ എന്നാണ്. പക്ഷേ പിന്നെ എനിക്ക് ഇവിടെ ഇരുന്ന പ്രോഗ്രാം കേട്ട് അതിൻ്റെ ഓരോ ചർച്ചകളും ആയിട്ടുള്ള പ്രാതിനിധ്യം വന്നപ്പോൾ ഈവൻ ഇപ്പോൾ പോലും കമ്പാഷനിൽ ഒരു ഇൻറ്റിമസി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ആ ഒരു ഇൻറ്റിമസി ഇവിടെ ഇതിലൊരു ആർക്കിടെക്റ്റ് പോലും ഇൻവോൾവ് അല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ വോളണ്ടിയേഴ്സ് ഡിസൈൻ ചെയ്ത സ്പേസുകളാണ് ഇതിനെ ചെറുതാക്കിയതും, ഇതിനെ ആ ഒരു ആംഗിളിലുള്ള ബാരിയേഴ്സ് വയ്ക്കുന്നതും, അവിടെ ഇരിക്കുന്ന ആൾക്കാരിൽ അതൊരു ഭയങ്കര രസകരമായ കാഴ്ചയാവുന്നതും, അതിലൂടെ പൈപ്പുകളെയും സ്പീക്കറുകളെയും ഫാനുകളെയും ഹൈഡ് ചെയ്യുന്നതൊക്കെ ആക്ച്വലി ആർക്കിടെക്ചറിൽ വലിയ പഠനത്തിലൂടെ ചെയ്യുന്നൊരു സംഗതിയാണ്. പക്ഷേ കമ്പാഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന വോളണ്ടിയേഴ്സിന് സ്പോണ്ടേനിയസ് ആയിട്ട് കിട്ടുന്ന ഒരു വൈകാരികമായിട്ടുള്ള ഒരു ഡിസൈൻ തോട്ട് പ്രോസസ്സാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തു തന്നെയായാലും ഈ സ്പേസിനെ ഇങ്ങനെ ഒരു ചുരുക്കലിലൂടെ ഇതിനൊരു ഒരു ആംഫിതിയേറ്ററിൻ്റെ സ്വഭാവം വരികയും അതിൽ ഒരു സർട്ടൻ ലെവൽ ഓഫ് കമ്പാഷൻ വരികയും ചെയ്യുന്നു എന്നുള്ളത് കമ്പാഷനേറ്റ് സ്പേസിൻ്റെ ഡിസൈനിലെ ഒരു ഘടകമാണ്. അതുപോലെയുള്ള ഒത്തിരി സാധ്യതകൾ നമ്മൾ കമ്പാഷനേറ്റ് സ്പേസിനെ പറ്റിയും ഡിസൈനിനെ പറ്റിയും സംസാരിക്കുമ്പം ചർച്ച ചെയ്ത് പോവേണ്ടതുണ്ട്. അതൊരു പ്യോർലി ഒരു റാമ്പ്, ലിഫ്റ്റ് അല്ലെങ്കിൽ ആക്സസ് ബാരിയർ ഫ്രീ എന്നുള്ളതിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അതിനേക്കാൾ ഉപരിയും നമ്മൾ ചിന്തിക്കേണ്ടി, അത് നിർബന്ധമായിട്ടും എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അതിനുപരി സ്കെയില്, അതിൻ്റെ ഹൈറ്റ്, അതിൻ്റെ പ്രപ്പോർഷൻസ്, അതിലുപയോഗിക്കുന്ന മെറ്റീരിയൽ, അങ്ങനെയുള്ള ഒത്തിരി അധികം കാര്യങ്ങളിൽ ഈ കമ്പാഷൻ എന്ന് പറയുന്ന വികാരം അതൊരു വീടുകളിൽ പോലും അല്ലെങ്കിൽ വീടുകളിൽ തുടങ്ങേണ്ട ഒരു കാര്യവും കൂടിയാണ്. അത് സഹാനുഭൂതി എന്ന് പറയുന്ന ഒരു സംഗതി പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയും കൂടിയാണ്. അത് സാറ് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. കാരണം നമുക്ക് നമ്മുടെ നാട്ടിലെ ഒരു സ്ഥലം പോലും പറയാൻ കഴിയില്ല. അതായത് ഇപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ പാലിയേറ്റീവ് മെഡിസിൻ ഉണ്ട്, അതിലപ്പുറം വേറൊരു സ്ഥലം നമുക്ക് പറയാൻ കഴിയില്ല ഫുള്ളി ആക്സസിബിൾ ആയിട്ടുള്ള, അതായത് ഒരു റാമ്പെന്നോ ഒരു ലിഫ്റ്റെന്നോ അല്ല, അതിലപ്പുറം ഇപ്പോൾ നമുക്കൊരു ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾ വരുന്നാൽ അവർക്ക് ഫുള്ളി ആക്സസിബിൾ ആയിട്ടുള്ള പ്ലേസ്, അങ്ങനെ ഏതൊരാളെ എടുത്ത് നോക്കിയാലും അവർക്ക് ഫുള്ളി ആക്സസിബിൾ ആയിട്ടുള്ളൊരു സ്പേസ് ആണ് ഇവിടെ നമ്മളെ നാട്ടിൽ ഏതെങ്കിലും ഒരു ബിൽഡിംഗ് അങ്ങനെ ഉണ്ട് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല.
അപ്പം അതെങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കാമെന്നാണ് നമ്മൾ ഈ ഒരു ചർച്ചയിലൂടെ നമ്മൾ വിചാരിക്കുന്നത്. അത് എത്രത്തോളം പുറത്തേക്ക് മറ്റുള്ളവരിലേക്ക് ആ ഒരു കമ്പാഷൻ എത്തിക്കുക എന്നുള്ളതുമാണ് ഈ ഒരു ചർച്ചയിലൂടെ നമ്മൾ വിചാരിക്കുന്നത്. സോ അത് സാർ നന്നായി പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ അസ്ലാം മാമിനോട് ചോദിക്കുന്നത്, മാം ഈ ഒരു കരിയറിലുള്ള യാത്ര നമുക്ക് ഒന്ന് പറഞ്ഞുതരാൻ പറ്റും. ആ ഒരു സ്പേസ് മാം ഇപ്പൊ കൈവരിച്ചിരുന്ന ഒരു സ്പേസ് കൈവരിക്കാൻ മാം ചെയ്ത ഒരു നമുക്ക്. ഞാൻ ഹോമിയോ ഡോക്ടറാണ്. ഹോമിയോ ഡോക്ടറിന് ഇപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കത് വളരെ എളുപ്പത്തിൽ പറയാൻ കഴിയും. പക്ഷെ ആ ഒരു ജേണി എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമായിരുന്നില്ല. ഞാൻ ഇപ്പം ഇവിടെ കുട്ടികളൊക്കെ IPM വരാറുണ്ടല്ലേ, കുഞ്ഞു കുട്ടികളൊക്കെ എന്തെങ്കിലും ഇൽനെസ്സുമായിട്ടൊക്കെ നമ്മൾ IPM കാണാറുണ്ട്. അതേപോലെ തന്നെ ഞാൻ ജനിച്ചിട്ട് 3rd ഡേ ആണ് എനിക്ക് ഫ്രാക്ചർ വരുന്നത്. അപ്പം നമ്മൾ ആ സമയം തന്നെ മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുവരുന്നു. മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ട്രാക്ഷൻ ഇട്ടിട്ടാണ് എന്നെ കെടുത്തേക്കുന്നത്. അതായത് നമ്മൾ കെട്ടിത്തൂക്കം എന്ന് പറയും, മലയാളത്തിൽ പറയുകയാണെങ്കിൽ കെട്ടിത്തൂക്കിയിട്ട് കാല് രണ്ടും പൊക്കി വെച്ച്. അപ്പോൾ 3ാമത്തെ ദിവസം അങ്ങനെ ഒരു കുഞ്ഞിനെ ചെയ്യുമ്പം എങ്ങനെയായിരിക്കും ഞാനിപ്പോൾ ആലോചിക്കാറുണ്ട്. എനിക്കത് ഇപ്പോഴും അത് മൊത്തമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അത്രയും കുഞ്ഞായിട്ടുള്ളൊരു ശരീരത്തെ നമ്മൾ ട്രാക്ഷൻ ഇടുക എന്ന് പറയുന്നത്. അപ്പം അവിടെ നിന്ന് തുടങ്ങിയതാണ് എനിക്ക് ഹോസ്പിറ്റലുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. എനിക്ക് ചെറുപ്പത്തെ ഞാൻ ഏത് വെക്കേഷൻ വന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് ഒപ്പിക്കും, നേരെ ഹോസ്പിറ്റലിലോട്ട് ഫ്രാക്ചറാവും, ഹോസ്പിറ്റലിൽ കൊണ്ടുവരും. ഇങ്ങനെയായിരുന്നു ഒരു റൊട്ടീൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സിനെ കാണാൻ ഭയങ്കര ആരാധനായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഞാൻ മെഡിക്കൽ കോളേജിൻ്റെ വാർഡിൽ ഇങ്ങനെ താഴെ കിടക്കും. അപ്പോൾ അവരിങ്ങനെ ദൂരെ വരുന്നത് പറയൂ, എനിക്ക് ദൈവത്തിൻ്റെ ഒരു സാധനം ഫീൽ ചെയ്യായിരുന്നു ആ ഒരു സമയത്തെ. അപ്പം അവിടെ നിന്ന് തുടങ്ങിയ ഒരു ആരാധന പിന്നെ കുറേ കഴിയുമ്പോൾ നമുക്ക് എനിക്കും ഇവരെ പോലെ എന്തെങ്കിലുമൊക്കെ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമായിട്ട് മാറി. അത് ആദ്യമൊക്കെ നമ്മൾ വീടുകൾ പറയുമ്പം സുനു നീ ഡോക്ടറാകുമ്പോൾ ഞങ്ങൾക്ക് മെഡിസിൻ തരണം, ഇങ്ങനെയാണ് ആളുകൾ റിയാക്ട് ചെയ്യുക. പക്ഷെ നമ്മളൊരു സ്പേസിൽ എത്തുമ്പോൾ നമ്മൾ ഒരു മൂമെൻ്റല്ലോ, നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയെന്ന് തീരുമാനിക്കുന്ന ഒരു മൂമെൻ്റ് എത്തുമ്പം ആളുകൾ കൂടുതലും പറയാൻ പോകുന്നത് ഓ നിന്നെ കൊണ്ട് പറ്റൂല. അത് അവരിങ്ങനെ ഡയറക്റ്റായിട്ടല്ല പറയുക, വളരെ ഇൻഡയറക്റ്റായിട്ട് വേണോ സുനു ഇനിയിപ്പോൾ അവിടെ പോയി കഷ്ടപ്പെടുക, അങ്ങനെ ഇങ്ങനെ നമ്മൾ ഷുഗർ കോട്ട് ചെയ്തിട്ടാണ് അവർ ആ സാധനത്തെ നമ്മളെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് വെല്ലുവിളികൾ എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട്. ഞാൻ സയൻസ് എടുക്കാൻ പോയപ്പോൾ തന്നെ ആളുകൾ പറഞ്ഞ് എന്നെ സ്കൂള് തിരിച്ചയച്ചു. ഉമ്മച്ചിയാണ് പോയത് ഇങ്ങനെ അലോട്ട്മെൻറ്റിന് നമ്മളിങ്ങനെ പേര് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഗ്രൂപ്പ് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഉമ്മച്ചി തിരിച്ച് വന്നിട്ട് എന്നോട് പറഞ്ഞു സോനു അവർ സയൻസ് തരൂല, പകരം എന്തോ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഉമ്മച്ചിക്ക് ശരിക്കും ഹ്യൂമാനിറ്റീസ് എന്താ കൊമേഴ്സ് എന്താ സയൻസ് എന്താ ഒന്നും അറിയില്ല. വളരെ സാധാരണമായിട്ടുള്ളൊരു കുടുംബമാണ് എൻ്റേത്. അപ്പം ഞാൻ ഉമ്മച്ചീൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് ഇപ്പം ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ പഠിച്ചാൽ ഡോക്ടർ ആവാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിന്ന് വാശി പിടിച്ചിട്ടാണ് എനിക്ക് അഡ്മിഷൻ തരുന്നത്. അപ്പം നമ്മൾ ക്ലാസ്സുകളിൽ ഇരിക്കുമ്പോഴൊക്കെ ആണെങ്കിലും ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ വരുമ്പം അവർക്ക് പേടിയാണ്, ഇങ്ങനെയുള്ളൊരു കുട്ടീനെ ഞങ്ങൾ എങ്ങനെ സയൻസ് പഠിപ്പിച്ചെടുക്കും, അല്ലെങ്കിൽ നിനക്ക് പ്രാക്ടിക്കൽ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പറയണ്ടായിരുന്നത്. പക്ഷെ അവർ എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിലൊക്കെ ഫുൾ മാർക്ക് വാങ്ങിയിട്ടാണ് ഞാൻ ആ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പം അത് എൻ്റെ മാത്രം കഴിവാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. നിങ്ങളെപ്പോലെ നിങ്ങളിപ്പോൾ മനസ്സിൽ സ്നേഹം നിറച്ചിരിക്കുന്നില്ലേ, അതേപോലെ സ്നേഹവുമായിട്ട് ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു, അതുകൊണ്ടുകൂടെയാണ്. അപ്പം അവിടെ നിന്ന് അങ്ങനെ ഒരു വെല്ലുവിളി ആദ്യം വന്നു. അത് കഴിഞ്ഞ് ഞാൻ എൻട്രൻസ് ചെയ്ത് എൻ്റെ കുടുംബത്തിൽ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് കസിൻസൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ കുടുംബത്തിലെ ആദ്യത്തെ ഡോക്ടർ ഞാനാണ്. ഒട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള, ഒരുപാട് ഡിസബിലിറ്റി ഉള്ള, ഫിനാൻഷ്യലി ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ആദ്യത്തെ ഡോക്ടർ ഞാനാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ എന്താ ഇങ്ങനെയുള്ള സാധനമൊന്നും എനിക്കറിയില്ല, എന്താണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് അതൊന്നും അറിയില്ല. ഞാനപ്പോൾ ആദ്യം എൻട്രൻസ് എഴുതിയിട്ട് നമ്മളെങ്ങനെ മെഡിക്കൽ ബോർഡ് വിളിക്കും, ആ പാനലാണ് ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ ഫിറ്റാണോ ഇല്ലയോ. അപ്പം ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലോട്ട് പോകുന്നതിന് മുന്നേ പറഞ്ഞു ഞാൻ ഡോക്ടറായിട്ട് എനിക്കത്ര അറിയില്ല, പക്ഷെ അത് പറഞ്ഞു തരാനോ ഗൈഡ് ചെയ്യാനോ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ എത്തി നോക്കുമ്പോൾ ഞാൻ വീൽ ചെയറിലാണ് വരുന്നത്. അപ്പോൾ ഇവർക്ക് ഒരുപാട് ഡിസേബിൾഡ് ആൾക്കാരുണ്ട്, പക്ഷേ ഈ ഇത്രയും ഡിസബിലിറ്റി ഉള്ള വീൽ ചെയറിൽ വരുന്ന വേറൊരു കുട്ടി അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ കണ്ടപ്പോൾ തന്നെ അവർ ഇല്ല നിനക്ക് ഞങ്ങൾ അഡ്മിഷൻ തരില്ല. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടം വന്നു. പലതരം നോ ഞാൻ കേട്ടിട്ടുണ്ട് ജീവിതത്തിൽ, പക്ഷെ അത്രയും ശക്തമായൊരു നോ ഞാൻ കേൾക്കുന്നത് ആദ്യമായിട്ടായിരുന്നു. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത്
അവർ പറഞ്ഞു ഇപ്പം തരില്ല അഡ്മിഷൻ, ഇനി നീ വന്നാലും അഡ്മിഷൻ തരില്ല എന്നാണ് പറഞ്ഞത്, റിപ്പീറ്റ് ചെയ്ത് വന്നാലും. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഞാൻ എന്തായാലും ഇനിയും വരും, ഞാൻ റിപ്പീറ്റ് ചെയ്യും, ഞാൻ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളല്ല എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി. കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, പക്ഷേ ദേഷ്യവും വരുന്നുണ്ട്. നമുക്ക് ഇമോഷണലി നമ്മൾ അങ്ങനെ തകർന്നു പോകുന്ന ഒരു മൊമെൻ്റ് ആണല്ലോ ഇനിയും അഡ്മിഷൻ തരില്ല എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ എനിക്ക് അന്നാണെങ്കിലും ആയുർവേദ അല്ലെങ്കിൽ ഹോമിയോപ്പതി ചൂസ് ചെയ്യാനുള്ള റാങ്ക് ഉണ്ടായിരുന്നു. ഞാൻ സ്വയം ഇരുന്നാണ് പലപ്പോഴും പഠിച്ചിട്ടുള്ളത്. സ്കൂളുകളിലൊന്നും എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ പറ്റിയിട്ടുമില്ല. അപ്പോൾ എന്നിട്ട് പോലും എനിക്ക് അതിനുള്ള മാർക്ക് ഉണ്ടായിരുന്നു. അപ്പം അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിടെയുള്ള വീരവാദമൊക്കെ അത് അവിടെ ഉള്ളൂ. കാരണം ഇറങ്ങിയപ്പം എൻ്റെ ഫാമിലിക്ക് എൻ്റെ എഡ്യൂക്കേഷൻ അഫോർഡ് ചെയ്യാമെന്ന് പറയാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ എന്നെ സ്പോൺസേഴ്സ് ഉണ്ടായിരുന്നു, പഠിപ്പിക്കാമെന്ന് പറഞ്ഞവരുണ്ടായിരുന്നു. അപ്പോൾ അവർ പെട്ടെന്ന് പിന്മാറുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കിനി പഠിക്കാൻ പറ്റില്ല. എല്ലാവരും പറയുന്നത് നീ ഡിഗ്രിക്ക് ഡിഗ്രി നല്ലതല്ലേ. ഡിഗ്രി നല്ലതാ, അതെനിക്കും അറിയാലോ. ഡിഗ്രി ആണെങ്കിലും ഏത് കോഴ്സാണെങ്കിലും നല്ലതാണ്. പക്ഷെ നമുക്കൊക്കെ ഒരു ഡ്രീം ഉണ്ടല്ലേ, നമുക്കൊക്കെ ഒരു സ്വപ്നമുണ്ട്. അപ്പം ആ സമയത്ത് എല്ലാവരും ഇങ്ങനെ പറയണു. എന്നെ മർക്കസാണ് പിന്നെ പഠിപ്പിച്ചത്. അപ്പം എൻ്റെ ഫാമിലി അവർ മാത്രമേ വന്ന് നിന്നിട്ടുള്ളൂ. അപ്പം എൻ്റെ ഉമ്മൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് ഇങ്ങനെ വേടാൻ അറിയില്ല, പക്ഷെ എന്നെ ഭയങ്കര ട്രസ്റ്റാണ്. ഞങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒത്തിരി ഉണ്ട് കേട്ടോ, മൊത്തമേ അടിയൊക്കെ ആയിരിക്കും. എന്നാൽ പോലും ഇങ്ങനെയുള്ള ഒരു മൊമെൻറ്റ് വരുമ്പം എനിക്ക് ഇന്ന ആളോട് ഇഷ്ടമാണ് അല്ലെങ്കിൽ എനിക്ക് ഇത് പഠിക്കണം എന്നൊക്കെ പറയുമ്പോൾ അവരെന്നെ അങ്ങ് ട്രസ്റ്റ് ചെയ്യും. അങ്ങനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ രണ്ടാമത് എൻട്രൻസ് എഴുതി ഞാൻ നടന്നിട്ടാണ് പോകുന്നത്. ഞാൻ ഓസ്റ്റൻസ് ഇംപെർഫെക്റ്റ് എന്ന് പറയുമ്പം ഈ നമ്മളെ എഗ്ഗിൻ്റെ ഷെല്ലില്ലേ അല്ലെങ്കിൽ ഒരു കമ്പില്ലേ, അതുപോലെയാണ്, പൊട്ടിപ്പോവും. നമ്മൾ കമ്പ് പൊട്ടിക്കുന്ന പോലെ നമുക്ക് എൻ്റെ കാലിൻ്റെ തൊടയിൽ പൊട്ടിപ്പോകുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും, പുറത്തിട്ടൊക്കെ കേൾക്കാം പൊട്ടിയാൽ. അപ്പോൾ അത്രയും സിവിയർ ആയിട്ടുള്ളൊരു കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ലൈഫിൽ അങ്ങനെയൊന്നും നടന്നിട്ടില്ല. പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ ഒരു വലിയ ഹാളാണ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൻ്റെ ഹാള്. രണ്ടാമത് ചെന്നപ്പോൾ ഞാൻ വാക്കറിൽ നടക്കുവാണ്. എൻ്റെ ലൈഫിൽ അതിന് മുന്നേ ഞാൻ അത്ര ദൂരം നടന്നിട്ടില്ല, അതിനുശേഷവും ഞാൻ നടന്നിട്ടില്ല. അപ്പം അവർക്ക് എന്നോട് ചോദിച്ചു നീ പിന്നെയും വന്നോ? ഞാൻ ചോദിച്ചു എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? അപ്പം അത്രയും സ്ട്രഗിൾ ചെയ്താണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ഫ്രാക്ചർ പോയിൻ്റിൽ നിന്ന് പെയിൻ വരും. അപ്പം ഇങ്ങനെ കുട്ടികളൊക്കെ തിരക്കിട്ട് ഓടുമായിരിക്കും. അപ്പം നമ്മൾ താഴെ വീഴാനൊക്കെ പോവും. അപ്പം എന്നിട്ടും ഞാൻ അവരിരിക്കുമെന്ന് പറഞ്ഞാലും ഞാൻ ഇരിക്കൂല, എനിക്ക് പേടിയായി. ഇനിയിപ്പോൾ ഇരുന്നിട്ട് ഇവർ അഡ്മിഷൻ തന്നില്ലെങ്കിലോ. തിരിച്ച് വരുമ്പോൾ ഞാൻ ഇക്കാക്കാൻ്റെ അടുത്ത് പറഞ്ഞു എടാ എന്നെ ഒന്ന് എടുക്കടാ, എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ അവൻ നീ ഇവിടെ വീണാലേ ഞാൻ എടുക്കുള്ളൂ, കാരണം ഇവർ ചെയ്ത സൈൻ ഇനി ഇവർ അപ്രൂവ് ചെയ്തില്ലെങ്കിലോ എന്നുള്ള പേടിയായിരുന്നു അവർക്കൊക്കെ. അപ്പം ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അഡ്മിഷൻ കിട്ടി. ഞാൻ പോകുന്നത് കോട്ടയം ഹോമിയോ മെഡിക്കൽ കോളേജിലാണ്. ഞാൻ ഹോമിയോപ്പതി ചൂസ് ചെയ്തതാണ്, കാരണം എൻ്റെ ഡോക്ടർ എന്നോടത്ത് പറഞ്ഞത് MBBS എനിക്ക് പഠിക്കാൻ പറ്റും, പക്ഷേ എപ്പോഴെങ്കിലും ഒരു മുന്നിൽ മറ്റു കുട്ടികൾ പെർഫോം ചെയ്യുന്ന പോലെ നിനക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് തോന്നിയെങ്കിലോ. അപ്പം അതൊരു സജഷനായിരുന്നു കേട്ടോ എന്നോട്, നീ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞല്ല. അപ്പം ഞാൻ ആലോചിച്ചാണ് ഞാൻ ഹോമിയോപ്പതി ചൂസ് ചെയ്തത്. കോട്ടയം മെഡിക്കൽ കോളേജ് ഈ കേരളത്തിൽ ആദ്യത്തെ ഹോമിയോ മെഡിക്കൽ കോളേജാണ്. പക്ഷേ അവിടെ ആദ്യമായിട്ട് വീൽ ചെയറിൽ പഠിക്കാൻ പോകുന്ന കുട്ടി ഞാനാണ്. അപ്പം ഡിസബിലിറ്റി ഉള്ള പലരും വന്നിട്ടുണ്ട്, പക്ഷേ വീൽ ചെയറിൽ പോകുന്നത് ഞാനാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തായാലും ഉണ്ടാവുമല്ലോ. നമ്മൾ പോകുമ്പോൾ തന്നെ അവർക്ക് പേടിയാണ്, ഇത് കംപ്ലീറ്റ് ചെയ്യുമോ, ഒരു സീറ്റ് വേഴ്സ് പോയി പോവോ, ഇങ്ങനെയുള്ള കുറേ പേടികളുള്ള ടീച്ചേഴ്സിനുണ്ടായിരുന്നു. അത് ഒരുപാട് അവരെന്നെ ജഡ്ജ് ചെയ്ത് എനിക്ക് മെൻ്റലി ഒരുപാട് ട്രോമകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഒട്ടും അക്സസിബിലിറ്റി ഇല്ല. ഇപ്പം നമ്മൾ മുകളിലാണ് ലാബുകളൊക്കെ വരുന്നത്. അപ്പം നമ്മൾ കോളേജിലൊക്കെ പോയി പാടെ തൂത്ത് പറഞ്ഞ ചേച്ചിമാരുണ്ട്, മോളെന്തിനാ അങ്ങോട്ട് വന്നേ. എൻ്റെ സീനിയർ പറഞ്ഞത് മോളെ അങ്ങോട്ടേക്ക് പോകലേന്നായിരുന്നു. നമ്മളിങ്ങനെ അഭിപ്രായം ചോദിക്കാൻ വിളിക്കല്ലോ. എനിക്ക് കോഴിക്കോട് ഫസ്റ്റ് ഓപ്ഷനും കോട്ടയം സെക്കൻഡും ആയിരുന്നു. എൻ്റെ റാങ്കിൻ്റെ വേരിയേഷൻ മൂലം എനിക്ക് കോട്ടയത്താണ് കിട്ടിയത്. അപ്പോൾ അവിടെ എത്തി നോക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പം അന്ന് നമ്മൾ രണ്ടാമത്തെ ദിവസം ഇങ്ങനെ കോളേജ് പരിചയപ്പെടുത്താൻ കൊണ്ടുപോകും. അപ്പം എൻ്റെ കൂടെയുള്ള കുട്ടികളെ വീൽ ചെയർ അടക്കം എന്നെ പൊക്കി മുകളിൽ വെച്ചിട്ട് ഉമ്മച്ചിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി ഉമ്മച്ചി വരണ്ട, ഇവളെ ഞങ്ങൾ നോക്കിക്കോളാം എന്നുള്ളത്. അന്ന് പറഞ്ഞ ഒരു വാക്ക് ഞാനൊരു 5.5 വർഷം അവിടെ പഠിച്ചു, ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞു. അത് അവർ പാലിച്ചിട്ടുണ്ട്. അവർ പോകുന്ന സ്ഥലങ്ങളിലുമൊക്കെ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. എനിക്കറിയാം എപ്പോഴും മനസ്സിൽ ഒരുപാട് നന്മയും സ്നേഹവും ഉള്ള മനുഷ്യർ നമ്മളുടെ കൂടെ ഉണ്ടാവും. എല്ലാം എടുത്ത് മോശമാണ് അല്ലെങ്കിൽ മനുഷ്യരുടെ ഉള്ളിലെ പറ്റിപ്പോയി എന്നൊക്കെ പറയുന്നത് നന്മയുള്ള ആൾക്കാരെ. അതോടൊപ്പം ഞാൻ പറയുന്നത് സ്പേസുകൾ,
വരണം എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ വന്നതിന് ശേഷമാണ് എൻ്റെ കോളേജിൽ റാമ്പ് വരുന്നത്. അത് റാമ്പെന്നൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് ക്ലാസ്സിലോട്ട് എനിക്ക് കയറാൻ പറ്റും, അത് ഞാൻ ബാക്കിലൂടെ വരണം. ഇപ്പം നൂറ് ഇവിടെ പറയായിരുന്നു ഈ പ്രിൻസിപ്പളിനെ കാണാൻ മുകളിലോട്ട് പോകുന്നതാ. അപ്പം ഞാൻ കുറേ തവണ അങ്ങനെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി സാറെ കാണാൻ ഞാൻ മുകളിലോട്ട് കയറി വരില്ല കേട്ടോ എന്നൊക്കെ പറയേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും സ്ട്രഗിൾ ചെയ്യേണ്ടി വരില്ലായിരുന്നു, നമ്മൾ ഇത്രയും ഫൈറ്റ് ചെയ്യേണ്ടി വരില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സങ്കടമാണ് നമ്മൾ കാര്യമില്ല അല്ലേ. ആളുകൾ എത്ര സ്മൂത്തായിട്ടാണോ ജീവിക്കുന്നത് അതുപോലെ ജീവിക്കാനുള്ള റൈറ്റ് ഞങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ആ ഒരു റൈറ്റ്, ആ ഒരു എന്താ അവർക്ക് അവരുടെ ആവശ്യങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ നിരന്തരം ഞങ്ങൾ അനുഭവിച്ച സ്ട്രഗിൾ. ഇപ്പം നൂറാണെങ്കിലും ഞാനാണെങ്കിലും അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള വേറെ കുട്ടികളുണ്ട്, അവരൊക്കെ അനുഭവിച്ച സ്ട്രഗിൾ ഇനി വരുന്ന ഒരു കുട്ടി അനുഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മളുടെ ഉള്ളിലുള്ള ഒരു കാര്യം. പുതിയ ജനതയെ പുതുമുറയെ വാർത്തെടുക്കുന്ന ഒരു സ്ഥലത്ത് പോലും ഫുള്ളി ആക്സസിബിലിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അത്രയും എഡ്യൂക്കേറ്റഡ് ആയി പോലും അവർ അത്തരത്തിലുള്ളൊരു തോട്ട് അവരിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പം അതെന്തുകൊണ്ടായിരിക്കും അവരിൽ അത്തരത്തിലൊരു തോട്ട് ഇൻട്രൊഡ്യൂസ് ആവാത്തത്? അല്ല, ഹോസ്പിറ്റലിൽ നിന്ന് മാത്രമല്ല, അതായത് എവിടെയായാലും അവരിപ്പം സ്ലത്താനോട് പറഞ്ഞ മാതിരി എനിക്കിത് പഠിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞില്ലേ, അത് എന്തുകൊണ്ടായിരിക്കും? ഇപ്പം നിങ്ങളുടെ ലൈഫിലായാലും ഉണ്ടായിട്ടുണ്ടാവും, അങ്ങനെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടാവും അത് കഴിയില്ല, ഇത് ചെയ്യാൻ പറ്റില്ല. അതെന്തുകൊണ്ടായിരിക്കും അവരിൽ അങ്ങനെ ഒരു തോട്ട് വന്നിട്ടുണ്ടാവുക? അങ്ങനെ ഒരു അസ്ലത്തൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു സിമിലർ എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയ വേർഷൻ ഒരു എക്സ്പീരിയൻസ് എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഞാൻ 90% മെഡിക്കൽ സയൻസ് പറയുന്നത് ഞാൻ 90% ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്നാണ്. അതായത് വെറും 10% മാത്രമേ ഉള്ളൂ എന്നാണ് പറയണത്. എൻ്റെ 2 കാലും ആർട്ടിഫിഷ്യൽ ലിംബാണ്, കൈ നിങ്ങൾ കാണുന്ന പോലെ. അപ്പോൾ എനിക്ക് ചെറുപ്പത്തിൽ ഈ സ്കൂളിൽ അഡ്മിഷൻ കിട്ടാനൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു. എൻ്റെ ഉപ്പ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഉപ്പ ഇലക്ട്രിക്കൽ കോൺട്രാക്ടറാണ്. ഉപ്പ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന എൻ്റെ ഇത്താത്ത പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു സ്കൂളിൽ അഡ്മിഷന് വേണ്ടി ചെന്ന സമയത്ത് അവിടുത്തെ മാനേജ്മെൻ്റ് ഒരു കാര്യം പറഞ്ഞു, ആ കുട്ടിക്ക് കയ്യും കാലും ഇല്ല, ആ കുട്ടീനെ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടാകും എന്നൊറ്റ കാരണം പറഞ്ഞിട്ട് എനിക്ക് അവിടെ അഡ്മിഷൻ തന്നില്ല. അടുത്ത കൊല്ലം വന്ന് നോക്കുക, അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് എൻ്റെ ഉമ്മാനെ ഉപ്പാനെ വിട്ടു. പിന്നെ പ്രതീക്ഷയോടെ അടുത്ത കൊല്ലം എൻ്റെ പാരൻസ് പോയി. ഈ പറഞ്ഞ ഡയലോഗുകൾക്ക് ഒരു പടി പോലും മാറ്റമില്ലാതെ പോലെ സെയിം ഡയലോഗുകളാണ് അടുത്ത കൊല്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നൂറിന് കയ്യും കാലും ഇല്ല, മറ്റുള്ള കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് നൂറ് ഇവിടെ പഠിക്കേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ എവിടെയാണോ എത്തിച്ചേരേണ്ടത് അവിടെ നമ്മൾ എത്തിച്ചേരും എന്നുള്ളത് കാലം എനിക്ക് തെളിയിച്ചു തന്നു. ഞാൻ +2 കഴിഞ്ഞ് കുറച്ച് കാലങ്ങൾക്ക് ശേഷം എനിക്ക് അഡ്മിഷൻ തരില്ല എന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കിയ അതേ സ്ഥാപനത്തിൻ്റെ ആനുവൽ ഡേൻ്റെ ചീഫ് ഗസ്റ്റായിട്ട് ഞാനാണ് പോയത്. ഇതിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠം, പിന്നെ ആ അഡ്മിനിസ്ട്രേഷൻ്റെ ആ ഒരു കമ്മ്യൂണിറ്റീൻ്റെ സ്കൂളുകളിലായാലും കോളേജുകളിലായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായാലും ഞാൻ പോകുമ്പോൾ ഒക്കെ ഞാൻ ഈ കാര്യം പറയാറുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം എന്നെയാണ് അവർ ഒഴിവാക്കി അഡ്മിഷൻ തരാത്തത് ഞാനാണ്, അവരാണ് തരാഞ്ഞതെന്ന് നല്ല ബോധ്യമുണ്ട് അവർക്ക്. പക്ഷേങ്കിലും ഞാൻ പിന്നെ ഇത് എടുത്ത് പറയാനുള്ള കാരണം പറഞ്ഞല്ലേ, എനിക്ക് ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റാത്തതും എന്താണ് എന്നത് പുറത്തൊരാളല്ല തീരുമാനിക്കുക, അത് ഞാനാണ്. എൻ്റെ സന്തോഷത്തിൻ്റെ ഉത്തരവാദിത്വം അത് ഞാനാണ്. അതേപോലെ ഇപ്പം എൻ്റെ ചെറുപ്പത്തിൽ കുറേ പേര് പറയാറുണ്ട്, ഓ ആ കുട്ടിക്ക് കയ്യും കാലും ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റൂലായിരിക്കും, ഒന്നെണീറ്റിരിക്കുമോ എന്ന് പോലും കൺഫ്യൂഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ജനിച്ച സമയത്ത് എൻ്റെ ഉമ്മാക്കൊക്കെ ഇതൊരു ഷോക്കായിരുന്നു, തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു ഷോക്കാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നപ്പോഴും പല ആളുകളും വന്നിങ്ങനെ എന്തോ കാഴ്ച വസ്തു കാരണം അവരിങ്ങനെ തുറന്ന് കയ്യും കാലും ഒക്കെ നോക്കുക എന്നിട്ട് പോവും. അപ്പോൾ ഒരു കാഴ്ച വസ്തു ആയിട്ട് പലപ്പോഴും ചെറുപ്പത്തിൽ അങ്ങനെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ പാരൻസ് സ്ട്രോങ് ആയതുകൊണ്ട് എനിക്ക് അത് എന്താ പറയുക, എനിക്കുള്ള കാര്യങ്ങൾ എനിക്ക് തന്നെ നേടി വാങ്ങണം എന്നുള്ളൊരു ധൈര്യം എനിക്ക് വന്നിട്ടുണ്ട്. പോരാത്തതിന് പലപ്പോഴും ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളൊരു കാര്യം, പലപ്പോഴും അങ്ങനത്തെ ഒരു അനുഭവങ്ങൾ അവർക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ
സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ മാറ്റം ഉണ്ടാവില്ല. എനിക്ക് തീർച്ചയായിട്ടും എൻ്റെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് ഞാൻ പഠിച്ചത് ഏതൊരവസ്ഥയിലാണോ നമ്മൾ എത്തി നിൽക്കുന്നത് ആ ഒരു അവസ്ഥയിൽ എന്ത് പ്രയാസത്തിൽ നമ്മൾ എത്തുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുക. പക്ഷെ അവർ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ടില്ലാത്തതിനെ കാണുന്നുണ്ട് എന്നുള്ളൊരു പ്രശ്നം തന്നെയാണ് ഇതിനൊക്കെ ഇത്ര വഷളാക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും എല്ലാം എന്താ പറയുക, സൊസൈറ്റിയിൽ എല്ലാത്തിനും ഉള്ളൊരു റൈറ്റ് ഉണ്ട് എന്നുള്ള മിനിമം കൺസിഡറേഷൻ അല്ലെങ്കിൽ മിനിമം നോളജ് പോലും അവർ അറിയുന്നുണ്ടോയെന്ന് അറിയില്ല, പലപ്പോഴും അത് കാണിക്കുന്നില്ല. അതേപോലെ സ്കൂളുകളിലും കോളേജുകളിലും ആണെങ്കിൽ പോലും പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് സാധാരണ കുട്ടികളെക്കാളും എക്സൽ ചെയ്യുന്നത് ഭിന്നശേഷിക്കാരാണ്. പല വേദികളിലും സാധാരണ മനുഷ്യന്മാരെക്കാളും കുറച്ചെങ്കിലും ചങ്കുറപ്പും ധൈര്യവും കൂടുതൽ കാണിക്കുന്നതും ഭിന്നശേഷിക്കാരാണ്. അത് അവരുടെ അനുഭവങ്ങൾ പഠിപ്പിച്ച പാഠങ്ങളായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരുപക്ഷെ ഞാനൊരു സാധാരണ കുട്ടിയാണെങ്കിൽ എനിക്ക് ഇത്ര ധൈര്യത്തോടൊന്നും നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കയ്യും കാലും ഇല്ലാതെ ജനിച്ചതിൽ എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. കാരണം എനിക്കറിയാം ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇതിപ്പോൾ കയ്യും കാലും അല്ലെങ്കിൽ നടക്കാൻ പറ്റുന്ന ശേഷിയോ കാഴ്ചശക്തിയോ ഒന്നും ആരും ചോദിച്ചു വാങ്ങിയ കാര്യമല്ല. അതിപ്പോൾ ഞാൻ ചോദിക്കാൻ മറന്നുപോയതുകൊണ്ട് എനിക്ക് കിട്ടാതെ പോയ കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ അല്ലെങ്കിൽ ഇതിൽ നിന്ന് പഠിക്കാൻ പാഠങ്ങളോ ഉണ്ട് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാനാണ്. പിന്നെ നമ്മളെല്ലാവരും മനുഷ്യന്മാർ എന്നുള്ള നിലയിൽ ആരോഗ്യം, സമ്പത്ത്, സമയം എന്നുള്ളത് ഉപയോഗമുള്ള രീതിയിൽ ചെലവഴിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനും കുറച്ചും കൂടെ അർത്ഥം ഉണ്ടാകും. അത് തന്നെയാണ് എല്ലാ മനുഷ്യന്മാരും ശ്രദ്ധിക്കുന്നതും ശ്രമിക്കുന്നതും. അപ്പോൾ ഞങ്ങളെ അല്ലെങ്കിൽ ഭിന്നശേഷി സമൂഹത്തിനെ ഇപ്പോൾ കുറേയൊക്കെ മാറ്റങ്ങൾ ഇതേപോലെ അസ്ലത്തെ പറഞ്ഞ പോലെ ഫൈറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള പല കാര്യങ്ങളാണ്. ഈവൻ ഡ്രൈവിങ് പോലും സ്വന്തമായിട്ട് പറ്റുമെന്നുള്ള തീർച്ചയായിട്ടുള്ള ബോധ്യമുണ്ടെങ്കിൽ പോലും കുറേ ഇട്ട് ചുറ്റിക്കളിപ്പിച്ച് അവസാനം ഗതികെട്ട് മനസ്സ് ചത്തുപോകുന്നത് വരെ ഇട്ട് കറക്കും, എന്നിട്ടേ ഒന്നും കൊടുക്കുള്ളൂ. പക്ഷേ അവർക്ക് സ്വയമായി അത് ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് സമാധാനമെങ്കിലും കുട്ടികൾക്കും അല്ലെങ്കിൽ ഭിന്നശേഷിക്കാർക്ക് ഉണ്ടാകും. പിന്നെ മാറ്റേണ്ട ഒരു ചിന്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോഴുള്ള അനുഗ്രഹങ്ങൾ അതെപ്പോഴും ഉണ്ടാകും എന്നുള്ളൊരു ധൈര്യം ഉണ്ടായിക്കോട്ടെ. പക്ഷേങ്കിലും അതിനെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുമ്പോഴാണ് മറ്റുള്ളവർക്കൊന്നും അല്ലെങ്കിൽ പ്രയാസമൊരിക്കണവർക്കൊന്നും സാരല്ല അവരെന്തെങ്കിലും കഴിച്ചോളും എന്ന രീതിയിൽ കണക്കാക്കുന്നത്. കുറച്ചെങ്കിലും കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര അധികം മനസ്സ് വേദനിക്കേണ്ടത് വരില്ലായിരിക്കും. അപ്പം ഇനിയുള്ള ജനറേഷനിലെങ്കിലും ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഇനിയുള്ള കാലമെങ്കിലും കുറച്ചെങ്കിലും മനസ്സമാധാനത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ, പ്രതീക്ഷയോടെ ജീവിക്കാനായിട്ട് പറ്റും. ആസ് എ കമ്പാഷനേറ്റ് സ്പേസ് നമ്മൾ ഇനിയും വളരാനുണ്ട് എന്നുള്ളതാണ് ഈ ടോക്ക് നമ്മൾ മനസ്സിലാകുന്നത്. അത് വളർത്തേണ്ടത് ഇനി നമ്മളാണ്. നമ്മൾ ഓരോരുത്തരും അതിന് വളരെയധികം പ്രയത്നിച്ചാൽ നമുക്ക് ഇനിയും അടിപൊളിയായിട്ടുള്ളൊരു കമ്പാഷൻ സ്പേസ് എല്ലാവർക്കും ഉള്ളൊരു കമ്പാഷനേറ്റ് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻസ് ഓഡിയൻസിൽ പോവാണ്. ഓഡിയൻസിലേക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനെങ്കിൽ ചോദിക്കാം. ഒരു ഏരിയയും ഒരു സദസ്സും ഇതിൻ്റെയൊക്കെ ഭാഗമാകാനായിട്ട് കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. വളരെ കുറച്ച് വിശാലമായി സംസാരിച്ച ഗുഡർത്തിൻ്റെ സാറും അതുപോലെ അസ്ലയും നൂർജലീലയും ഒക്കെ ഒരുപാട് എന്താ പറയുക, ഇവിടെ ഈ സദസ്സിൽ ഇരുന്നിട്ട് കണ്ണ് നിറഞ്ഞുപോയി. അങ്ങനെ വേണമായിരുന്നോ എന്ന് ചോദിച്ചാൽ അറിയാതെ നിറഞ്ഞുപോയതാ. കാരണം ഇത് മനോഹരമായി സംസാരിക്കുന്ന ഇത്രയധികം ജീവിതത്തിൽ ഇത്രയധികം കയ്പ് നിറഞ്ഞ അനുഭവങ്ങളിലൂടെ കടന്നു വന്ന് ഇത്രയും മനോഹരമായി നിങ്ങളുടെ അനുഭവങ്ങൾ ഇവിടെ പങ്കുവെച്ചപ്പോൾ അതിൻ്റെ ഒപ്പം ചേർന്ന് നിന്ന് എന്നും നിങ്ങളോടൊപ്പം ഞാനും. ഞാനിവിടെ ഭയങ്കരമായിട്ട് 3ാമത്തെ ഇയറാണ്. ആ 3 വർഷത്തിൻ്റെ ഇടയിലുള്ള കണക്ഷൻസാണ് നൂർത്തായിട്ട്. ഞങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് ചൊല്ലുന്നൊരു സാധനമുണ്ട്. ഞങ്ങൾക്ക് മാത്രം സ്പെഷ്യലായി കിട്ടുന്ന ഒരു സാധനം. അല്ലെങ്കിൽ ഇടയ്ക്ക് എനിക്ക് അഹങ്കാരത്തിൽ പറയും, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഞാൻ അഹങ്കാരത്തിൽ പറയുന്ന ഒരു സാധനം. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നൂർത്താനെ വെറുപ്പിക്കുമ്പോൾ ഞങ്ങളോട് പറയും കാലൂരി അടികൂട്ടാ. അഹങ്കാരത്തിൽ പറയുന്ന കാലൂരി അടികൂട്ടാ. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഈ ഒരു സാധനം സത്യത്തിൽ ആവശ്യത്തിന് പോയിരിക്കുന്നത് ഞാൻ ഇത്താക്ക് കാണിച്ചു കൊടുത്ത് സംസാരിച്ച സമയത്ത് എൻ്റെ ഓർമ്മ എണീറ്റ് പറഞ്ഞില്ല. ഞങ്ങൾ
ഞങ്ങൾക്കൊരു തമാശക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങളോട് പോയി തമാശക്ക് കാണിക്കുന്ന സാധനം ഇത്രത്തോളം ഉള്ളിൽ ഞങ്ങൾക്കൊക്കെ എത്രത്തോളം സ്ഥാനുണ്ടെന്നുള്ളൊരു സാധനം ഇപ്പൊ സംസാരിച്ച് മനസ്സിലായി. ആ സാധനം ഞാൻ അപ്പം തന്നെ കാണിച്ചു കൊടുത്തു, റോമ എണീച്ചു എന്ന് പറഞ്ഞിട്ട്. സോ ഞാനൊരു ചോദ്യം ചോദിക്കുന്നത് വിനോദ് സാറിനാണ്. ഞാൻ BSc ഇന്റീരിയർ ഡിസൈനിങ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫൈനൽ സ്റ്റുഡൻ്റ് ആണ്. 1.5 മാസമായി ഇപ്പം ക്ലാസ്സിൽ പോയിട്ട് ഇവിടെ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞു ഞങ്ങൾ ഈ സ്റ്റേജ് എന്തുകൊണ്ടാണ് ഉള്ളോട്ടാക്കിയത് എന്നുള്ളൊരു സംശയ കാര്യങ്ങളൊക്കെ ഉള്ളത്. 2 കാര്യങ്ങൾ ഞാൻ ആർക്കിടെക്ട് ബേസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നതല്ല, പക്ഷേ ഇന്റീരിയർ ഡിസൈൻ ആണ് ഞാൻ കുറച്ചും കൂടി ഫോക്കസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു ഇവിടേക്ക് എത്തുന്ന സെലക്റ്റീവ് ആയിട്ടുള്ള ഓഡിയൻസ് ആണ്. മറ്റുള്ള ഏത് സ്റ്റേജിൽ നിന്നുള്ള ഏരിയ ആണ് ഞങ്ങൾക്ക് തന്നത്. പിന്നെ ഇതിനെന്തിനാ പാർട്ടിഷൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ പാർട്ടിഷൻ ചെയ്തത്. പിന്നെ ഈ സാറ് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും മിനിമൽ ആയിക്കാണ്ടുള്ള മെറ്റീരിയൽ കൊണ്ട് ഏറ്റവും മിനിമൽ ആയിക്കാണ്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആയിരുന്നു ഞങ്ങൾ ചെയ്തിരുന്നത്. ചോദ്യം ഇതല്ല, ചോദ്യം ഇപ്പം വാബി സാബി എന്നുള്ള ഡിസൈൻ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനമുണ്ട്, ഇപ്പം ട്രഡീഷണൽ കോൺസെപ്റ്റിലേക്കും വാബി സാബി കൂടി ആഡ് ചെയ്യായിരുന്നു എങ്കിൽ കേരളത്തിലെ ഡിസൈൻ കോൺസെപ്റ്റിലേക്ക് അത് വാബി സാബി എത്രത്തോളം പ്രധാനമാകും? അപ്പോൾ ഈ എന്താണ് കാക്കിക്കുള്ളിലെ കലാകാരൻ എന്ന് പറഞ്ഞതുപോലെ നീയാണ് ഈ ഒരു കൃതി അല്ലെങ്കിൽ ഈ വികൃതിയുടെ കലാകാരൻ നിങ്ങളായിരുന്നു. അല്ല, ക്രെഡിറ്റ് എനിക്ക് മാത്രം തരരുത്. അല്ല, ക്രെഡിറ്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം പറയാം, ഉദാഹരണം പറഞ്ഞാൽ ഞാനിങ്ങനെ വരുന്ന സമയത്തിന്റെ പ്രശ്നമാണ് കേട്ടോ. അതായത് പറഞ്ഞാൽ തീരില്ല നമ്മളുടെ കാര്യങ്ങൾ. ഒരു ചോദ്യത്തിന്റെ പുറകെ ചോദ്യം, ഉപചോദ്യത്തിന്റെ പുറകെ വേറൊരു ചോദ്യം, അതിന്റെ ഇടയിൽ ഉത്തരങ്ങളും ചോദ്യങ്ങളായിട്ട് കെട്ടിമറിഞ്ഞ അവസാനം ഞാൻ എന്തായിരുന്നു തുടങ്ങിയത് എവിടെയാണെന്നുള്ള ഒരു അവസ്ഥയിലെത്തും. അത് സ്വാഭാവികമാണ്. ഇനി നീ കൂടുതൽ പറയണ്ട, എനിക്ക് അറിയാൻ പറയേണ്ടത് എന്താണെന്നുള്ളത്. സോ ഇത് എക്സാക്ട്ലി ഐ എം സോ ഹാപ്പി, ഐ എം സോ എക്സൈറ്റഡ് ടു അഡ്രസ് യു. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു സ്വാംശീകരണത്തിൻ്റെ ഭാഗമാണ്. നമ്മളിതിലൊരു ഫോമൽ ട്രെയിനിങ് നിങ്ങൾ വളരെ 5 വർഷം 5.5 വർഷത്തിൻ്റെ ട്രെയിനിങ്ങും അത് കഴിഞ്ഞ് എന്നെപ്പോലെയുള്ള ഒരു ഭീകരൻ്റെ കൂടെ അടുത്ത ഒരു 5 വർഷത്തെ ട്രെയിനിങ്ങും ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊരു വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ പോകും ഡിസൈനിനെ. അപ്പോൾ അതിൽ ഇത് ശരിയില്ല, ഇതിൻ്റെ പ്രൊപ്പോർഷൻ ശരിയില്ല, ഇതിൽ അവിടെ ഒച്ച വരുന്നു, ആ ഒച്ചനെ കട്ട് ചെയ്യേണ്ടതുണ്ട്, ലൈറ്റ് പ്രശ്നം, പ്രൊപ്പോർഷൻ പ്രശ്നം, സ്കെയിൽ പ്രശ്നം, പറ്റില്ല, ഇത് ഇറങ്ങും, ഇത് വർക്ക് ആയില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു നൈർമല്യം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, ആ സാത്വികതയാണ് ഇവിടെ ഇരിക്കുമ്പോൾ നമുക്കൊക്കെ വളരെ ഫ്രീ ആയിട്ട്, നേരത്തെ മാം പറഞ്ഞതുപോലെ സ്പോണ്ടേനിയസ് ആയിട്ട് ഇൻഹിബിഷൻസ് ഒന്നും ഇല്ലാതെ തുറന്ന് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കലാണ് കമ്പാഷനേറ്റീവ് കോൺവെർസേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതൊരു ഭയങ്കര സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഏറ്റവും നല്ല എയർ കണ്ടീഷനിങ്ങും ഏറ്റവും നല്ല ടെമ്പറേച്ചറും ഏറ്റവും ബ്യൂട്ടിഫുള്ളി വാവ് എന്ന് പറയുന്ന ഒരു ആംബിയൻസിൽ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. മറിച്ച് അവിടെ നമ്മൾ വളരെ സ്ട്രക്ചേർഡായി വളരെ കെയർഫുള്ളായി വളരെ ടെക്നിക്കലായിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൊരു സംവാദമാണ് പലപ്പോഴും നടക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എൻ അമേസിങ് ഹോൾ ടു ടോക്ക്. അത് വളരെ ഗംഭീരമായി. നേരത്തെ പറഞ്ഞ പോലെ വാബി സാബിയും ട്രഡീഷണൽ കോൺസെപ്റ്റുമായിട്ട് പറയുന്ന സംഗതി, സി അൾട്ടിമേറ്റ്ലി ട്രഡീഷണൽ ആർക്കിടെക്ചർ എന്ന് പറയുന്ന വാക്കുകൊണ്ട് മേ ബി മോൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, ഞാൻ വിചാരിക്കുന്നത് കേരളത്തിൻ്റെ ട്രഡീഷണലായിട്ട് കൊണ്ടുവരുന്ന ഷോപ്പിംഗ് ഓടിട്ട മേൽക്കൂരകളും നടുമുറ്റങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു വീട് എന്നുള്ളൊരു കാഴ്ചപ്പാടിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വാബി സാബി എന്ന് പറയുന്ന വാക്കുകൾ കൊണ്ട് പൊതുവെ അർത്ഥമാക്കുന്നത് അപൂർണമായ അല്ലെങ്കിൽ അതിലുള്ളാവുന്ന അപൂർണമായ പൊട്ടലുകളോ വിള്ളലുകളോ റസ്റ്റിക് ആയിട്ടുള്ള ഒരു ടെക്സ്ചറുകളോ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അതിൽ നിന്നൊരു ബ്യൂട്ടിയെ കൊണ്ടുവരുന്ന ഒരു രീതിയിലുള്ള ഒരു വാസ്തുശില്പ മേഖല എന്ന് വേണമെങ്കിൽ പറയാം. സത്യത്തിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഒരു ട്രഡീഷനിലൂടെ പാരമ്പര്യമായി അതേപോലെ നടക്കുന്ന ഒരു ആർക്കിടെക്ചറിനെ അർത്ഥമുള്ളൂ. സത്യത്തിൽ മേ ബി കേരള ആർക്കിടെക്ചറിനെ പറ്റിയിട്ട് നമ്മൾ കുറെ കൂടി താത്വികമായി പറയുകയാണെങ്കിൽ വെർണാക്കുലർ ആർക്കിടെക്ചർ എന്നൊക്കെ വേണേൽ പറയാൻ പറ്റും. അപ്പോൾ ഇതിൽ സത്യത്തിൽ നമ്മൾ പഴയ ആർക്കിടെക്ചറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് വാബി സാബി ആണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്ന് പറഞ്ഞാൽ
അത് അവിടെ കിട്ടുന്ന ചെകല്ലായിരിക്കാം, കരിങ്കല്ലായിരിക്കാം, മണ്ണ് കൊണ്ടുള്ള കട്ടകളായിരിക്കാം, എന്തോ ആവട്ടെ, അതിനെ അതിൻ്റെതായ രൂപത്തിൽ അത് ചെയ്യുന്ന ആളുടെ കാവ്യഭംഗിയോടുകൂടി അല്ലെങ്കിൽ അയാളുടെ കരകൗശലൊക്കെ വെച്ചിട്ട് പറയുന്ന ആ ക്രാഫ്റ്റ്മാന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ആർക്കിടെക്ചർ ശൈലിയാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അത് കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഒരു കൃതി ആകുമ്പോൾ അത് ഭയങ്കര ഭംഗിയുള്ള ആ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള താമസിക്കുന്ന ആൾ, അപ്പൊ അത് ട്രഡീഷണലാക്കി ഇഴകേറുന്നൊരു സ്ഥിതിയാണ്. അതൊരു വ്യത്യസ്തമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളുടെ അതാണ് ശരി എന്നുള്ള നമ്മൾ പോളിഷ്ഡ് ആയിട്ടുള്ള ഭയങ്കര സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ രീതിയിലേക്ക് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഇത്രേ എനിക്ക് പറയാനുള്ളൂ. സത്യത്തിൽ നമ്മളുടെ ട്രഡീഷണൽ വെർണാക്കുലർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് വാബി സാബിയുമായിട്ട് ഒട്ടും അകലെയുള്ള ഒരു സംഗതിയല്ല. അതിനെ തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു തിരിച്ചറിവ് നമുക്കൊക്കെ ഉണ്ടാവുക എന്നുള്ളത് മാത്രമേ ആവശ്യമുള്ളൂ എന്നുള്ളതാണ് ഒറ്റ വാക്കിൽ എനിക്ക് പറയാൻ വേണ്ടിയിട്ട് പറയാം. ഇത്രയൊക്കെ ചുരുക്കി വിശാലമായി പറയാൻ കഴിയുന്നു. സോ ബ്യൂട്ടി ഇൻ സ്പീച്ച് വളരെ അടിപൊളിയായിട്ട് നമ്മളോട് പറഞ്ഞു. ബ്യൂട്ടിഫുള്ളി ദേ ടോക്ക്ഡ് അബൌട്ട് കമ്പാഷൻ. എന്ത് അടിപൊളിയായിട്ടാണ് അവർ കമ്പാഷനെ കുറിച്ച് നമ്മളോട് സംസാരിച്ചത്. അപ്പം ഈ ഒരു സെക്ഷൻ നമ്മൾ ഇതിലൂടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്.